ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 57. പല്ലവിയുടെ ഒപ്പം ഡ്രസ് എടുക്കാൻ മാളിലേക്ക് വന്ന അനന്തൻ ഡ്രസ്സിംഗ് റൂം തുറക്കാനാകാതെ ചെറുതായി നാണം കെടുന്നു. നാഗലോകത്തു നിന്നും സകല ജ്ഞാനവും തനിക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും മനുഷ്യനിർമ്മിതമായ പലതിലും തനിക്ക് ജ്ഞാനം കുറവാണ് എന്ന് അനന്തൻ ഓർത്തു. ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറങ്ങിയ അനന്തനെ കണ്ട് അവിടെ നിന്ന് പല്ലവി ഉൾപ്പെടെയുള്ള സകല പെൺകുട്ടികളുടെയും കണ്ണുകൾ വിടർന്നു. അത്രയ്ക്ക് ചേർച്ചയുണ്ടായിരുന്നു അനന്തന് ആ ഷർട്ട്. പല്ലവി അറിയാതെ പറഞ്ഞു, പെർഫെക്റ്റ്. ഇടി നന്നായിട്ടുണ്ടല്ലേ. ഇയാൾക്ക് അഭിനയിക്കാനോ പാടാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും ഒരുപാട് പെൺകുട്ടികൾ ആരാധകരായുള്ള വലിയ സെലിബ്രിറ്റി തന്നെ ആയനെ. അത്രയ്ക്ക് ഹോട്ട് ആൻഡ് ഹാൻസം. ഒരു സ്റ്റാഫ് പറഞ്ഞു. പല്ലവിക്ക് അത് കേട്ട് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഇനി ആരും രൂപവും വേഷവും കണ്ട് അനന്തനെ ജഡ്ജ് ചെയ്യാനോ മെക്കിട്ട് കയറാനോ നിൽക്കില്ല. ഈ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തോളൂ, എന്നിട്ട് അനന്തനെ ഇവിടുത്തെ ഹെയർ സലൂണിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, പല്ലവി ഒരു സ്റ്റാഫിനോട് പറഞ്ഞു. അനന്തൻ സലൂണിൽ ചെന്ന് പുതിയ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യുമ്പോഴേക്കും പല്ലവി അവന് വേണ്ടി 3 ജോഡി ഷൂസും ടൈയും 2 വാച്ചും ഒക്കെ സെലക്ട് ചെയ്തു. അനന്തൻ തിരികെ വന്നപ്പോൾ ഒരു വാച്ചിന്റെ വില മാത്രമാണ് അവൻ കണ്ടത്. ബാക്കിയെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ആ വാച്ചിന് തന്നെ 11 ലക്ഷം രൂപ വിലയുണ്ടെന്ന് കണ്ട് അനന്തൻ ഞെട്ടി. ഇതിപ്പോ ഈ ഒരു വാച്ച് മാത്രം ഇത്ര വില വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിന്റെ ഒന്നും വില താൻ തിരക്കാതെ ഇരിക്കുന്നതാണ് തനിക്ക് നല്ലത്. പല്ലവി കാശ് ചെലവാക്കുന്നത് വെള്ളം പോലെയാണ് എന്ന് അനന്തൻ ചിന്തിച്ചു. ഇത്രയുമൊക്കെ എനിക്ക് വേണ്ടി തരുമ്പോ തിരിച്ച് ഞാനും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. എന്താണ് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? അവളുടെ പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ നിന്ന് അനന്തൻ മെല്ലെ പറഞ്ഞത് പല്ലവി നല്ല വ്യക്തമായി തന്നെ കേട്ടു എന്ന് അനന്തന് മനസ്സിലായി. അവൻ വെറുതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്തായാലും അനന്തൻ എന്നെ പോലെ കാശ് വെറുതെ പാഴാക്കില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ കാശിന്റെ വില നോക്കിയാവില്ല താൻ ഒരു ഗിഫ്റ്റ് തരുന്നത്. അനന്തൻ തരുന്ന ഗിഫ്റ്റ് അതെന്തായാലും അതിന്റെ വില പണം കൊണ്ട് അളക്കാനും കഴിയില്ല എന്നെനിക്ക് ഉറപ്പാ, പല്ലവി പറഞ്ഞു. കൊള്ളാലോ, ഇത്രയൊക്കെ കണക്കുകൂട്ടൽ എന്നെ പറ്റി ഉണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും തരാൻ പോകുന്നതെന്ന് കൃത്യമായി ഗസ് ചെയ്തൂടെ? അനന്തൻ ചോദിച്ചു. മേ ബി എന്തെങ്കിലും മന്ത്രമായിരിക്കും, അല്ലെങ്കിൽ തനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ട്രിക്ക്. വിദ്യയെ പണം കൊണ്ട് അളക്കാൻ പറ്റില്ലല്ലോ, പല്ലവി പറഞ്ഞു. പല്ലവിയെ സംബന്ധിച്ചിടത്തോളം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സമ്മാനങ്ങൾക്കൊന്നിനും തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇത്തരം മന്ത്രങ്ങളും വിദ്യകളും ഒക്കെ തനിക്ക് ലഭിച്ചാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ തനിക്ക് നൽകാൻ അനന്തന് മാത്രമേ കഴിയുകയുമുള്ളൂ, പല്ലവി ചിന്തിച്ചു. ഞാൻ തരാൻ പോകുന്നത് എന്തായാലും അത് നിസ്സാരമായ മന്ത്രതന്ത്രങ്ങളോ അതോ കളരിയിലെ ചെറിയ ട്രിക്കുകളോ ഒന്നും ആയിരിക്കില്ല. ഉറപ്പായും ഇന്ന് വരെ തനിക്ക് ആരും തന്നിട്ടില്ലാത്ത തരം സമ്മാനമായിരിക്കും ഞാൻ തരുന്നത്, അനന്തൻ പറഞ്ഞു. ഓക്കെ, ഞാൻ കാത്തിരിക്കാം. അതും പറഞ്ഞ് അവരിരുവരും അവിടെ നിന്നും ഇറങ്ങി. പല്ലവി ഒരു വലിയ ബിസിനസ് ഫാമിലിയിൽ വളർന്ന പെൺകുട്ടി ആയതിനാലും ചെറുപ്രായത്തിൽ തന്നെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവളായതിനാലും ഒരുപാട് മനുഷ്യരുമായി അവൾക്ക് ചെറുപ്പം മുതലേ തന്നെ ഇടപെട്ട് പരിചയമുണ്ട്. അതിനാൽ പരിചയപ്പെടുന്ന എല്ലാ പുരുഷന്മാരോടും നല്ല രീതിയിൽ, എന്നാൽ ഒരു ചെറിയ അകലം പാലിച്ചുകൊണ്ട് നല്ലൊരു ബന്ധം നിലനിർത്താൻ പല്ലവിക്ക് കഴിയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അനന്തന് മുന്നിൽ നിൽക്കുമ്പോൾ മാത്രം മിസ് പല്ലവി ഭാർഗവൻ എന്ന ഗൗരവക്കാരി വെറും പല്ലവി എന്ന സാധാരണ പെൺകുട്ടിയായി മാറുകയാണെന്ന് അവൾ സ്വയം മനസ്സിലാക്കി. അനന്തനെ പറ്റിയും പല്ലവി ചിന്തിച്ചു. താൻ ഇതുവരെ കണ്ട ആണുങ്ങളെ വെച്ച് താരതമ്യം ചെയ്ത ഒരുപാട് നക്ഷത്രങ്ങളുള്ള ആകാശത്ത് കത്തി തെളിഞ്ഞു നിൽക്കുന്ന ധ്രുവ നക്ഷത്രം പോലെയാണ് അനന്തൻ എന്ന് അവൾക്ക് തോന്നി. അത്രയേറെ ഗുണഗണങ്ങൾ അവനിലുണ്ട്. പല്ലവി, താൻ ഏതായാലും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, ഒരു സഹായം കൂടി ചെയ്യൂ. എനിക്ക് പറ്റിയ ഒരു നല്ല വീട് അറേഞ്ച് ചെയ്തു തരൂ. അത്യാവശ്യം വലിപ്പവും സൗകര്യങ്ങളും വേണം. ആഡംബരമൊന്നുമില്ലെങ്കിലും സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാവണം. ഒരു നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അനന്തൻ പറഞ്ഞു. ആഹാ, ഫൈനലി നല്ല ഡിസിഷൻ. താൻ അല്ലേലും ആ കുഞ്ഞു വീട്ടിൽ നിന്ന് മാറേണ്ട സമയം കഴിഞ്ഞു. തനിക്ക് ഒരുപക്ഷെ സിമ്പിൾ ലൈഫ് ആയിരിക്കും താല്പര്യം. പക്ഷെ കയ്യിൽ കാശ് വരുമ്പോ
അച്ഛനും അനിയത്തിക്കും കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് നൽകണമെന്ന് ഉറപ്പായും അനന്തൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. യെസ്, ഐ ജസ്റ്റ് റിമെമ്പേർഡ്. അനന്തൻ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്ലോട്ട് എന്റെ അറിവിലുണ്ട്. നമുക്ക് ഫ്രീ ആവുമ്പോ ഒന്ന് പോയി കാണാം, പല്ലവി പറഞ്ഞു. മുത്തശ്ശനെ കാണാൻ തിരക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പൊ തന്നെ പോയി കണ്ടാലോ, അനന്തൻ പറഞ്ഞു. പിന്നെന്താ, ഈ ഷൺമുഖന്റെ ഫംഗ്ഷനെ പറ്റി പറയാനാ മുത്തശ്ശൻ അനന്തനെ കാണണമെന്ന് പറഞ്ഞു. അതിപ്പോ സോർട്ടായ സ്ഥിതിക്ക് ഒരു തിരക്കുമില്ല. ഇന്ന് മുത്തശ്ശൻ തന്നെയും കൂട്ടി വരാൻ പറഞ്ഞപ്പോഴേ എന്റെ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം ഞാൻ മാറ്റിവെച്ചതാ. അപ്പൊ പിന്നെ തന്റെ കാര്യമെല്ലാം ഇന്ന് തന്നെ സെറ്റാക്കാം, പല്ലവി പറഞ്ഞു. വീട് നോക്കാൻ പോകുമ്പോ എന്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ ഒപ്പം കൂട്ടാം. അനന്തൻ അത് പറയുമ്പോൾ മനസ്സിൽ ജഗന്റെ മുഖമായിരുന്നു. അനന്തന്റെ ആവശ്യം അറിഞ്ഞ് പല്ലവി കാർ നേരെ ഡിസ്പെൻസറിയിലേക്ക് തിരിക്കാൻ പറഞ്ഞു. ഒരു വീട് നോക്കാൻ പോണം, നീ വരുന്നോ? അനന്തൻ കാറിൽ ഇരുന്ന് തന്നെ അവിടെ ഗാർഡനിൽ ചുറ്റിത്തിരിഞ്ഞു നിന്ന ജഗനോട് വിളിച്ചു ചോദിച്ചു. അത്രയും നേരം അവിടെ ബോറടിച്ചു നിൽക്കുകയായിരുന്നു അവൻ. അനന്തന്റെ ചോദ്യം കേട്ട താമസം വീട് ആർക്ക് വേണ്ടിയാണെന്നോ സ്ഥലം എവിടെയാണ് എന്നോ പോലും ചോദിക്കാതെ കാറിലേക്ക് കയറി. അവരെ പല്ലവി കൊണ്ടുപോയത് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്കാണ്. അവിടെ വലിയ വലിയ വില്ലകളും ഫ്ളാറ്റുകളും ഒക്കെയാണ് വിൽക്കുന്നത്. കസ്റ്റമേഴ്സ് വളരെ കുറവായിരിക്കും, കാരണം വളരെ ചുരുക്കം ചിലരെ ഇത്രയും വിലയേറിയ ഫ്ളാറ്റുകളും മറ്റും വാങ്ങാൻ വരാറുള്ളൂ. അനന്തൻ അവരുടെ ഓഫീസിലേക്ക് കയറി. മെയിൻ ഹാളിൽ തന്നെ പലതരം കെട്ടിടങ്ങളുടെ ഫോട്ടോസ് തൂക്കിയിട്ടിട്ടുണ്ട്. മിക്കതും അടുത്ത് നല്ല പൂന്തോട്ടവും കുളവും പച്ചപ്പും ഒക്കെ ഉള്ളതാണ്. ജനൽ തുറന്നാൽ കടലിന്റെ വ്യൂ കിട്ടുന്ന വില്ലകൾ വരെ അവരുടെ ലിസ്റ്റിൽ അനന്തൻ കണ്ടു. അവരെ കണ്ടതും അവിടെ നിന്ന ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നു. ഹലോ മാം. ഹലോ സർ, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. സോറി, ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്, പല്ലവി പറഞ്ഞു. ഇത് കേട്ട അയാളുടെ മുഖം മങ്ങിയെങ്കിലും കസ്റ്റമേഴ്സിനോടുള്ള മര്യാദ വീണ്ടെടുത്തുകൊണ്ട് അയാൾ അവരോട് പറഞ്ഞു. ഓ, ഇറ്റ്സ് ഓക്കെ മാം, യു ജസ്റ്റ് വെയിറ്റ് ഹിയർ. ഞങ്ങളുടെ ബ്രോഷറൊക്കെ ഒന്ന് നോക്കിക്കോളൂ, അപ്പോഴേക്കും ഞാൻ അകത്ത് ചെന്ന് സംസാരിച്ചിട്ട് വരാം. അവിടെ ഇരുന്നോളൂ, അയാൾ പറഞ്ഞു. അവിടെ നിന്ന മറ്റു സ്റ്റാഫുകളൊക്കെ അവരെ നോക്കി ചിരിച്ചു. പക്ഷേ അതൊരു പുച്ഛവും പരിഹാസവും കലർന്ന ചിരിയായിരുന്നു. അവർ പരസ്പരം ഇപ്രകാരമാണ് സംസാരിച്ചത്. ഇന്നും വന്നിട്ടുണ്ടല്ലോ കുറെ സമയം കൊല്ലികള്. ഇവരെയൊക്കെ കാണുമ്പോ തോന്നും ഇപ്പൊ കച്ചവടം നടക്കുമെന്ന്. എവിടെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അതേന്നേ, ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്നതെല്ലാം കളിപ്പീര് കേസുകളാ. വെറുതെയാ, വാങ്ങാനൊന്നും ഉദ്ദേശം ഉണ്ടാവില്ല. വെറുതെ കുറെ ബിൽഡിങ്സിന്റെ ഫോട്ടോസും പ്രോസ്പെക്ടസും ഒക്കെ നോക്കും. കുറച്ചു നേരം എ സിയിലിരുന്ന് വെൽക്കം ഡ്രിങ്കും കുടിച്ചിട്ട് സ്ഥലം വിടും, അത്ര തന്നെ. നല്ല വിലയേറിയ പ്ലോട്ടുകൾ മാത്രം വിൽക്കുന്നതിനാൽ സ്ഥലം വാങ്ങാനെത്തുന്ന പലരും വിലയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ തിരിച്ചു പോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ വരുന്നവരോട് സ്റ്റാഫുകൾക്ക് ഇങ്ങനെ ഒരു മുൻവിധി ഉണ്ടാകാറുണ്ട്. അവരിൽ പലർക്കും ആകെ അറിയാവുന്നത് പല്ലവി ഭാർഗവനെ മാത്രമാണ്. പക്ഷെ പല്ലവിയാണെങ്കിൽ സൺഗ്ലാസും ധരിച്ച് മുടിയും അഴിച്ചിട്ട് തിരിഞ്ഞു നിന്ന് ഫോൺ ചെയ്യുന്നതിനാൽ അവളെ ആർക്കും മനസ്സിലായിട്ടില്ല. ദേ, ആ തടിയനെ നോക്കി, ഇപ്പൊ ജയിലിൽ നിന്ന് ചാടി വന്നതുപോലെയുണ്ട് അവന്റെ ഇരിപ്പ് കണ്ട്. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അവിടെയും ഇവിടെയും നോക്കുന്നത് കണ്ടില്ലേ? ആ തടിയന്റെ കാര്യം വിട്, ആ പെങ്കുച്ചിനെ നോക്ക്. കണ്ടിട്ട് ഏതോ പണച്ചാക്കിന്റെ മോളാണെന്നാ തോന്നുന്നത്. ആർക്കറിയാം, വെറുതെ ചെക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നതാവും. കോളേജ് പിള്ളേരൊക്കെ ഇവിടെ വെറുതെ കയറി ഇറങ്ങുന്നത് ഇപ്പൊ ശീലമായിട്ടുണ്ട്. സ്റ്റാഫുകൾ പറയുന്നത് പല്ലവിയും ജഗനും കേൾക്കുന്നില്ല എങ്കിലും അനന്തൻ വ്യക്തമായി തന്നെ കേൾക്കുന്നുണ്ട്. അവൻ ആരാണ് പല്ലവിയെയും ജഗനെയും പറ്റി വേണ്ടാത്തത് പറയുന്നത് എന്നറിയാനായി അവരുടെ അടുത്തേക്ക് പോയി. പക്ഷേ സ്റ്റാഫുകളിൽ ഒരാൾക്ക് അനന്തനെ പരിചയമുണ്ടായിരുന്നു. അനന്തന് ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അയാളുടെ മുഖം തന്നെ കണ്ട് വിടരുന്നത് കാണവേ തന്റെ ഒരു പരിചയക്കാരനാകും അയാളെന്ന് അനന്തന് മനസ്സിലായി. ആരെന്ന് മനസ്സിലാകാതെ സംശയഭാവത്തിൽ അനന്തൻ അയാളെ നോക്കി. നിനക്ക് മനസ്സിലായില്ലേ? ഞാനാ രഘു മുരളീധരൻ. +2 നമ്മൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ബാസ്കറ്റ്ബോൾ ടീമിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. ഓർമ്മ കിട്ടുന്നില്ലേ? അനന്തന്റെ ഭാവം കണ്ട് തന്നെ മനസ്സിലായിട്ടില്ല എന്ന തിരിച്ചറിവോടെ രഘു പറഞ്ഞു. അനന്തൻ ഓർമ്മയിൽ പരതി. രഘു എന്ന സഹപാഠിയെ ഓർമ്മയിൽ എവിടെയോ നിന്ന് അനന്തൻ കണ്ടെത്തി. +2 ഒരുമിച്ച് പഠിച്ചെങ്കിൽ അവൻ ഇപ്പോൾ കോളേജിൽ 2nd ഇയർ ആകേണ്ടിയിരുന്നതല്ലേ? പിന്നെ എങ്ങനെയാണ് ഇവിടെ സ്റ്റാഫായിട്ട് നിൽക്കുന്നത്? അനന്തൻ ഒന്നും മനസ്സിലായില്ല. പല്ലവിയെ പറ്റിയും ജഗനെ പറ്റിയും ഒക്കെ മോശം പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഉള്ളവനാണ് രഘുവും എന്ന് മനസ്സിലായപ്പോൾ അനന്തന് ദേഷ്യം തോന്നിയെങ്കിലും
ഏറെ നാൾക്ക് ശേഷം ഇങ്ങനെ പഴയൊരു സുഹൃത്തിനെ കണ്ട സന്തോഷത്തോടെ പെരുമാറുന്നവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ അനന്തന് തോന്നിയില്ല. അവൻ കോപം മറന്ന് സംസാരിച്ചു. ഓർമ്മയുണ്ട്, അനന്തൻ പറഞ്ഞു. അനന്തന് തന്നെ ഓർമ്മയുണ്ട് എന്ന് കേട്ടപ്പോൾ രഘുവിന്റെ മുഖം തെളിഞ്ഞു. അവൻ അനന്തന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് സംസാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? നീ ആളാകെ മാറിപ്പോയല്ലോ. നിന്നെ ഇപ്പൊ കാണാൻ ഒരു സിനിമാ നടനെ പോലെ ഉണ്ടെന്നേ. നിന്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ടാ ഞാൻ ആളെ മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റ് ആയത്. നീ കുറച്ചു നാള് കോമയിലായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എപ്പോഴാ ബെറ്റർ ആയത്? രഘു ചോദിച്ചു. അതെ, ഞാൻ 2 വർഷം കിടപ്പിലായിരുന്നു. കുറച്ചു ദിവസമായി ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് പുനർജനിച്ചിട്ട്. അനന്തൻ മറുപടി കൊടുത്തു. രഘുവിന്റെ സംസാരത്തിൽ ഒരു കല്ലുകടി അനന്തന് തോന്നിയിരുന്നു. അത് നന്നായി. ഞാൻ ഏതായാലും ഇക്കാര്യം ഇപ്പൊ തന്നെ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിലിടും. നിന്റെ കാര്യങ്ങളൊന്നും ആർക്കും ഇപ്പൊ അറിവുണ്ടാവില്ല. ഇതും പറഞ്ഞ് രഘു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അനന്തനെ കണ്ട കാര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ലക്ഷറി വില്ലകളുടെ പടം കാണാൻ വന്നത്? നിനക്ക് സ്കൂളിൽ വരുമ്പോ നല്ല ഫുഡ് കഴിക്കാൻ പോലും കാശില്ലായിരുന്നല്ലോ. പിന്നെ ഇതിപ്പോ എവിടെന്നാ ഇത്രയും നല്ല ഡ്രസ്സും ഷൂസും ഒക്കെ? വല്ല ലോട്ടറി അടിച്ചാ? രഘു അനന്തനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. ജഗന് നന്നേ ദേഷ്യം വന്നെങ്കിലും അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അനന്തൻ മറുപടി പറഞ്ഞു. അത് പിന്നെ രഘു, ഞാൻ ഇങ്ങനെ കണ്ടവരെ പുച്ഛിച്ച് നടക്കാതെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് കാശും കിട്ടി. അനന്തൻ രഘുവിനെ അല്പം കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു. രഘു അത് കേട്ട് അനന്തനെ പുരികം ചുളിച്ചൊന്ന് നോക്കി. അവന്റെ ശ്രദ്ധ പല്ലവിയിലേക്ക് എത്തിയതും രഘു ഒരു വഷളൻ ചിരിയോടെ അനന്തനെ നോക്കി. അങ്ങനെ വരട്ടെ, ഇപ്പൊ മനസ്സിലായി അളിയാ നിന്റെ ഹാർഡ് വർക്ക് എന്താന്ന്. നല്ലൊരു പണച്ചാക്കിനെ വളച്ചെടുത്തുകൊണ്ട് നടക്കുവാണല്ലേ. ചുളിവില് രക്ഷപ്പെടാൻ അളിയ ഇത് തന്നെയാ നമ്മളാണുങ്ങൾക്ക് ബെസ്റ്റ് വഴി. പല്ലവിയുടെ ശരീരത്തിലൂടെ കണ്ണു ഓടിച്ചുകൊണ്ട് വഷളൻ ചുവയോടെ സംസാരിക്കുന്ന രഘുവിനെ കാണവേ അനന്തന്റെ സകല സംയമനവും നഷ്ടപ്പെട്ടു. അനന്തൻ വീണ്ടും പുതിയ പ്രശ്നങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുകയാണോ? അധ്യായം 58. റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലെത്തിയ അനന്തനും ജഗനും പല്ലവിയും അപ്പോയിന്റ്മെന്റ് എടുക്കാതെയാണ് വന്നത് എന്നറിഞ്ഞ് സ്റ്റാഫുകൾക്കിടയിൽ ഒരു സംസാരമുണ്ടായി. അതിനുശേഷം പഴയ സഹപാഠിയായ രഘുവിനെ കണ്ട അനന്തൻ അവന്റെ സംസാരത്തിൽ അരിശം കൊണ്ടു. ആദ്യമൊക്കെ ക്ഷമിച്ചു നിന്ന അനന്തനോട് പല്ലവിയെ കറക്കിയെടുത്തതിനാലാണ് ഇങ്ങനെ അനന്തൻ പെട്ടെന്ന് കാശുകാരനായത് എന്ന് രഘു പറഞ്ഞപ്പോൾ അനന്തന്റെ ക്ഷമ പൂർണ്ണമായും നശിച്ചു. സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ വായിൽ പിന്നെ നാവ് കാണില്ല. അനന്തൻ അത്രയും പറഞ്ഞപ്പോഴേക്കും രഘുവിന്റെ മുഖം വിളറി. എന്താളിയത്? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യം വരാനും മാത്രം? സോറി, അതുകൊട്ടെ. രഘു നയപരമായി പ്രശ്നം വഷളാക്കാതെ ശ്രദ്ധിച്ചു. അവൻ മാപ്പ് പറഞ്ഞു എങ്കിൽ പോലും അനന്തന് അവന്റെ സംസാരത്തിൽ നിന്നും സ്വഭാവം എങ്ങനെയെന്ന് നന്നായി മനസ്സിലായതുകൊണ്ട് തന്നെ തുടർന്ന് ഒരു സംഭാഷണത്തിന് മനസ്സ് വന്നില്ല. വായിൽ കോലിട്ട് കുത്തിയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ചെറുക്കനായിരുന്നു. ഇപ്പൊ അവന്റെ തന്റെ ഇടം കണ്ടില്ലേ? അല്പന ഐശ്വര്യം വന്ന അർദ്ധരാത്രി കൊട പിടിക്കും എന്ന ചൊല്ല് പോലും കറക്റ്റാണ് ഇവന്റെ കാര്യത്തില്. പെട്ടെന്ന് കയറി പണക്കാരനായപ്പോ മുട കണ്ടില്ലേ? ദൈവമേ, ഞാൻ എത്ര കാലമായി ഇങ്ങനെ ഇവിടെ നിന്ന് പണിയെടുക്കുന്നു. എന്നിട്ടും 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഇപ്പോഴും പാടുപെടുന്നു. ദേ, ഇവനാണെങ്കിൽ 2 കൊല്ലം കിടപ്പ് രോഗിയായിട്ട് കിടന്നിട്ട് എഴുന്നേറ്റപ്പോ പുത്തൻ പണക്കാരൻ, വിത്ത് സുന്ദരി കാമുകി. എന്നിട്ട് അതിന്റെ അഹങ്കാരം. രഘു മനസ്സിൽ ദൈവത്തെ പഴിച്ചു. കുറച്ചധികം നാളുകളായി രഘു ഈ ആഗ്രഹവും മനസ്സിൽ കൊണ്ട് നടക്കുന്നു. അതായത് ഒരു കാശുള്ള വീട്ടിലെ സുന്ദരി പെൺകുട്ടിയെ പ്രണയിച്ച് കുടുക്കിലാക്കി അവളുടെ കാശുകൊണ്ട് ഒരു സുഖജീവിതം. അതിനുവേണ്ടിയാണ് അവൻ ഇങ്ങനെയുള്ളൊരു കമ്പനിയിൽ ജോലിക്ക് കയറിയത് പോലും. ഇവിടെയാകുമ്പോൾ അത്തരം പണക്കാർ ഒരുപാട് എത്തുമല്ലോ എന്നായിരുന്നു അവന്റെ ധാരണ. പക്ഷേ അവന്റെ ഭാഗ്യക്കേട് എന്ന് പറയാം, അവിടെ ആകെ വരുന്നത് കുറച്ച് വയസ്സന്മാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെ ചാക്കിലാക്കാനുള്ള അവസരം അവന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് അനന്തൻ പല്ലവിയെയും കൂട്ടി അവന്റെ മുന്നിലേക്ക് എത്തുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെക്കാൾ ദരിദ്രനായിരുന്ന അനന്തൻ ഇപ്പോൾ താൻ ആഗ്രഹിച്ച വഴിയിലൂടെ ചുളുവിൽ പണക്കാരനായി എന്ന് ചിന്തിച്ച്
രഘുവിന് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ അവസ്ഥയിൽ അനന്തനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയ രഘു വീണ്ടും മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് അനന്തനോട് സംസാരിച്ചു. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അളിയ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തുന്നേ. അല്ലെങ്കിൽ തന്നെ ഇത്രയും നാള് കാണാതിരുന്നിട്ട് പഴയ ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോ ഇങ്ങനെ വഴക്കുണ്ടാക്കി പിരിയുന്നത് എവിടത്തെ ഏർപ്പാട്? നീ ബാക്കി വിശേഷങ്ങൾ പറയേ, രഘു പറഞ്ഞു. വേറെന്ത് വിശേഷം? ഒന്നുമില്ല. അനന്തൻ ഒരു താല്പര്യവുമില്ലാതെ മറുപടി കൊടുത്തു. നീ ഇപ്പോ എന്തിനാ വന്നത്? ശരിക്കും വല്ല വീടും വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? അതിരിക്കട്ടെ, ഇവിടെ വരുന്ന പലരും കയ്യിൽ കാശില്ലാതെ തിരിച്ചു പോകാറാണ് പതിവ്, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ, ആ കക്ഷിയുടെ കയ്യിൽ നല്ല പൂത്ത കാശുണ്ടാവുമല്ലോ, അതുകൊണ്ട് പ്രശ്നം വരില്ലായിരിക്കും അല്ലേ? പല്ലവിയെ കണ്ണുകൊണ്ട് കാണിച്ച് രഘു പറഞ്ഞു. ഞാൻ ഒരു തവണ പറഞ്ഞു നിന്റെ നാവ് അടക്കി വെക്കാൻ. അതെന്റെ കാമുകിയൊന്നുമല്ല. ഞങ്ങൾ ഇന്ന് കുറച്ച് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി കണ്ടുമുട്ടിയതാ. അത് മാത്രമല്ല, വീട് വാങ്ങാൻ പോകുന്നത് ഞാനാണ്, അവളല്ല. അനന്തൻ പറഞ്ഞു. നീയാണോ വീട് വാങ്ങാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രഘു അനന്തനെ ആ പാദചൂടം ഒന്നൊഴിഞ്ഞു. എന്നിട്ട് കുറച്ച് വീടിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് അനന്തന്റെ കയ്യിലേക്ക് നൽകി. ഇതൊക്കെ നോക്ക്, നിനക്ക് പറ്റുന്ന ടൈപ്പ് വീടുകളാണ്. ഇത് ആക്ച്വലി ഞങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷറി വില്ലയാണ്. നിനക്ക് പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് ഇതിന് പിന്നിലുള്ള കെട്ടിടമാണ്. ഫോട്ടോയിൽ ക്ലിയർ അല്ല, അതിന് ഒരു 10 ലക്ഷമൊക്കെ വരൂ. ഇതൊന്നും ഇവിടത്തെ അല്ല, എന്റെ 1-2 ഇടപാടുകാര് പറഞ്ഞു തന്നതാ. സുഹൃത്തിനെ ഇങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റൂ. ഇതിലും താഴെയുള്ളതൊന്നും ഇപ്പോ എന്റെ കയ്യിലില്ല. രഘു അനന്തനെ പരിഹസിച്ച് തന്നെയാണ് ആ ഫോട്ടോസ് എടുത്ത് കാണിക്കുന്നത്. അവൻ ഒരു ദരിദ്രനാണെന്നും വീട് വാങ്ങാൻ കാശ് കയ്യിൽ കാണില്ല എന്ന മുൻ ധാരണയോടെ ഒരു കാശിനും കൊള്ളാത്ത വീടുകൾ മാത്രം അനന്തനെ കാണിക്കുന്നു. അനന്തന് അവന്റെ സംസാരത്തിലെ താളത്തിൽ നിന്നും ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി. ജഗന് ഇതെല്ലാം കേട്ട് നന്നേ ദേഷ്യം വന്നുവെങ്കിലും അനന്തന്റെ ഫ്രണ്ട് ആണല്ലോ എന്നോർത്ത് സഹിച്ചു നിൽക്കുകയാണ്. ആ ഒരു ബന്ധത്തിന്റെ തടസ്സമില്ലായിരുന്നുവെങ്കിൽ ജഗൻ എത്രയോ നേരം മുൻപ് തന്നെ രഘുവിനെ ഭിത്തിയിൽ ചേർത്തേനെ. എനിക്ക് ഇങ്ങനെ ഇത്ര ചെറിയ വീടുകളൊന്നും അല്ല ആവശ്യം, അത്യാവശ്യം കുറച്ച് വിശാലമായ സ്പേസ് വേണം. അനന്തൻ പറഞ്ഞത് കേട്ട് രഘു ചിരിച്ചു. എന്റെ അളിയ, ഇത് തന്നെ ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന 2 ചെറിയ വീടുള്ളത് ഞാൻ തിരഞ്ഞു പിടിച്ചു തന്നതാ. ഇനി അങ്ങോട്ട് ചെറിയ റേറ്റിനുള്ളതൊന്നും ഇല്ല, രഘു പറഞ്ഞു. ഇവിടെ ഉള്ളതൊക്കെ പിന്നെ എത്ര ബഡ്ജറ്റാ? അനന്തൻ ചോദിച്ചു. ഇവിടെ ഉള്ളതൊക്കെ 5 കോടിയുടെയും മറ്റുവാ. എന്താ നോക്കുന്നോ? അനന്തനെ പരിഹസിച്ചു തന്നെയാണ് അവൻ അത് ചോദിച്ചത്. അനന്തൻ തന്റെ കയ്യിൽ നിലവിൽ എത്ര രൂപയുണ്ട് എന്ന് കണക്ക് കൂട്ടി. കൈമളിന്റെ ക്രെഡിറ്റ് കാർഡിൽ ഉള്ളതും പിന്നെ നായർ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ഷെയർ ഹോൾഡറായ വകയിലും ഒക്കെ കൂടി നോക്കിയാൽ തീർച്ചയായും 5 കോടി തനിക്ക് ഒരു നിസാര തുക തന്നെയാണ്. പക്ഷേ കയ്യിൽ കാശുണ്ട് എന്ന് കരുതി ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി എടുത്ത് ചെലവാക്കുന്നതിനോട് അനന്തന് താല്പര്യമില്ല. വേണമെങ്കിൽ തന്നെ അപമാനിച്ച രഘുവിന്റെ കണ്ണ് തള്ളിച്ചുകൊണ്ട് ഒരു 10 കോടിയുടെ വില്ല അനന്തന് വാങ്ങാം. പക്ഷേ അനന്തൻ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. തന്റെ കയ്യിൽ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന കാശ് എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് അനന്തന് കൃത്യമായ നിശ്ചയമുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തൻ രഘുവിനോട് ഇങ്ങനെ പറഞ്ഞു. എന്റെ കയ്യില് തൽക്കാലം അത്രയും കാശില്ല, കുറച്ചുകൂടി താഴേക്ക് വിലയുള്ളത് പറയും. ഇത് കേട്ട രഘു വയറ് പൊത്തിച്ചിരിക്കുകയാണ് ചെയ്തത്. നല്ല കലക്കൻ തമാശ. തൽക്കാലം 5 കോടി രൂപ കയ്യിലില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഒരു 10 മിനിറ്റ് കഴിയുമ്പോ 5 കോടി രൂപ റെഡിയാവും എന്നാണോ? ഓ, അടിച്ച നോട്ടൊക്കെ ഉണങ്ങാൻ വെച്ചിരിക്കാവും അല്ലേ അളിയ? ജഗന് ഇത് കേട്ട് നല്ല കോപം വന്നു. ഇത്ര നേരം അടക്കി പിടിച്ചു നിന്നത് തന്നെ എങ്ങനെയാണെന്ന് അവൻ അറിയില്ല. അവൻ രഘുവിനെ തല്ലി താഴെ ഇടാൻ ഉറപ്പിച്ച് അവന്റെ അരികിലേക്ക് ഓടി വന്നു. പെട്ടെന്ന് തന്റെ നേർക്ക് വന്ന ആക്രമണത്തെ ഭയന്ന് അവൻ പിന്നോട്ട് നീങ്ങിയതും അനന്തൻ ജഗനെ തടഞ്ഞു. ഇതെല്ലാം ശ്രദ്ധിച്ച പല്ലവി താൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഫോൺ കട്ട് ചെയ്ത് മുഖത്തെ സൺഗ്ലാസ് മൂരി മാറ്റി അവരുടെ അടുത്തേക്ക് വന്നു. എന്താ പറഞ്ഞത്? ഈ വില്ലയ്ക്ക് 5 കോടിയാണെന്നോ? ഓക്കെ, 5 കോടി ഞാൻ പേ ചെയ്യാം. അനന്തന് ഇഷ്ടമായെങ്കിൽ ഇത് തന്നെ കൺഫേം ചെയ്തോളൂ. പല്ലവി പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടി. വാട്ട്? നിങ്ങൾ 5 കോടി രൂപ ഇവന് വേണ്ടി പേ ചെയ്യുമെന്നോ? രഘു
വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. ഏയ് പല്ലവി, അതൊന്നും വേണ്ട, ഞാൻ കുറച്ചു നാൾ കഴിഞ്ഞ് വാങ്ങിച്ചോളാം. അനന്തൻ അവളെ തടയാൻ ശ്രമിച്ചു. ഇല്ല അനന്ത, എനിക്ക് താനും മനുവും വാസുദേവൻ അങ്കിളും ഒരു നല്ല സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പിന്നെ ഇതൊരു കടം വീട്ടിലായിട്ട് കരുതിയാ മതി. നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന സഹായത്തിന് പകരം എന്ത് തന്നാലും ഞങ്ങൾക്ക് തൃപ്തിയാവില്ല, അറിയാലോ, പല്ലവി പറഞ്ഞു. അനന്തൻ ആദ്യമായി ജ്വല്ലറിയിൽ വന്ന ദിവസം തങ്ങളുടെ കുടുംബത്തിന് മേലുള്ള സകല ആഭിചാരങ്ങളും ദോഷങ്ങളും തുടച്ചു നീക്കിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ബിസിനസ് തകരുന്നതിനോടൊപ്പം തങ്ങളുടെ എല്ലാവരുടെയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടേനെ. ഈ വക ചിന്തകൾ കാരണം അതിന് പകരമായി എന്ത് ചെയ്തു കൊടുത്താലും പല്ലവിക്ക് മതിയാവില്ല. അനന്തന് പല്ലവിയുടെ മനസ്സ് മനസ്സിലായി. താൻ ഇത് നിരസിക്കുകയാണെങ്കിൽ അവൾക്ക് ഒത്തിരി വിഷമമാകും. ഇതൊരു വലിയ ഗിഫ്റ്റാണ് എന്നും അനന്തൻ അറിയാം. പക്ഷേ പല്ലവി ഈ ചെയ്തു തരുന്നതിന് പകരം തനിക്കും അത്രയും വിലപ്പെട്ട സമ്മാനങ്ങൾ അവസരം വരുമ്പോൾ തിരികെ നൽകാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമുള്ളത് കാരണം അനന്തൻ പല്ലവിക്ക് സമ്മതം നൽകി. താൻ വീട് വാങ്ങുന്നതിൽ അനന്തൻ എതിർപ്പില്ല എന്ന് കണ്ട പല്ലവി വളരെയധികം സന്തോഷത്തോടെ രഘുവിനോട് അവിടുത്തെ ബെസ്റ്റ് വില്ല ഏതാണെന്ന് ചോദിച്ചു. സോറി മാഡം, ഇവിടുത്തെ ബെസ്റ്റ് 3 വില്ലാസ് ഓൾറെഡി ബുക്ക്ഡ് ആണല്ലോ, രഘു പറഞ്ഞു. ഐ നോ, വൺ മിസ്റ്റർ കാർത്തിക് ശങ്കർ അല്ലേ ബുക്ക് ചെയ്തത്? അദ്ദേഹത്തോട് ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ആ വില്ല ഞാൻ വാങ്ങുന്നതിൽ ആൾക്ക് എതിർപ്പില്ല. സോ ദർ ഇസ് നോ മോർ കോംപ്ലിക്കേഷൻസ്. പല്ലവി പറഞ്ഞത് കേട്ട് രഘു വളരെയധികം ഞെട്ടി. CEO കാർത്തിക് ശങ്കർ അയാളോട് ഫോണിൽ വിളിച്ച് വില്ല വിട്ടുതരാൻ ആവശ്യപ്പെടുകയാ? രഘുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എനിക്കിത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് വന്ന ഒരു ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അതിന് ചില മര്യാദകളൊക്കെ ഉണ്ട്. അല്ലാതെ വെറുതെ വന്നിങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, രഘു മുഷിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അനന്തൻ ആ വില്ല വാങ്ങുന്നിടത്തോളം കാര്യങ്ങൾ എത്തിയപ്പോൾ അവൻ അത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന്റെ അമർഷം അവന്റെ പെരുമാറ്റത്തിൽ നന്നായി തന്നെയുണ്ട്. രഘുവിന്റെ സംസാരം കേട്ട ഒരു ഫീമെയിൽ സ്റ്റാഫ് ഇടയ്ക്ക് കയറി സംസാരിച്ചു. എന്താ ഇത്, കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ സംസാരിക്കുക? കാർത്തിക് ശങ്കർ സാർ മാത്രമല്ലല്ലോ, ഇവരും നമ്മുടെ ക്ലയൻസ് തന്നെയല്ലേ. ഈ മാഡം എന്ത് മാന്യമായിട്ടാണ് പറഞ്ഞത് കാർത്തിക് ശങ്കർ സാറിനെ വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി അത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് നേരിട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതിനു പകരം ഇവരോട് ഇങ്ങനെ പെരുമാറണോ? ഇവരെ തൽക്കാലം ഞാൻ ആ വില്ലയുടെ ഫോട്ടോസ് ആൻഡ് 3D മോഡൽസ് കൊണ്ടുപോയി കാണിക്കാം. വരൂ മാം. തുടക്കം അല്പം ആവേശമൊക്കെ നല്ലതാ, പക്ഷേ അത് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരോട് വേണ്ട. ഇന്നലെ ഇങ്ങോട്ട് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ആദ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ പഠിക്ക്, എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വാ. രഘു ആ പെൺകുട്ടിയോട് ചൂടായി. രഘു തന്നോട് തട്ടിക്കയറിയത് കണ്ട് ഭയത്തോടെ അവൾ മൗനം പാലിച്ചു. ഇതുകൂടി കണ്ട ജഗന്റെ ക്ഷമ നശിച്ചു. എന്തിനാ അനന്ത എന്നെ തടഞ്ഞ്? ഈ അഹങ്കാരിയെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിച്ചേനെ. ഇതെല്ലാം കണ്ടിട്ട് ദേ എന്റെ കൈ ധരിക്കുക, ജഗൻ പറഞ്ഞു. അല്പനേരം കൂടി നമുക്ക് കാക്കാം. പല്ലവി ഏതായാലും കാർത്തിക് ശങ്കറിനോട് സംസാരിച്ച് നമ്മുടെ സൈഡ് ക്ലിയർ ആക്കിയില്ലേ, അത് മതി. ഇവൻ എവിടെ വരെ പോവാന്? അനന്തൻ രഘുവിനെ നോക്കി ജഗനോട് പറഞ്ഞു. രഘു വീണ്ടും തന്നോട് സംസാരിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ അനന്തൻ ആ വില്ലയുടെ പ്രോട്ടോടൈപ്പ് വെച്ചിരിക്കുന്നിടത്തേക്ക് ചെന്നു. അതിലെ ഓരോ മുറികളും സൗകര്യങ്ങളും ഒക്കെ വെച്ച് അനന്തൻ അങ്ങോട്ട് താമസം മാറിയ ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതേ വില്ലയുടെ പ്രോട്ടോടൈപ്പിനടുത്ത് ചുറ്റിക്കറങ്ങുന്ന അനന്തനെ കണ്ട് രഘുവിന് ദേഷ്യം വന്നു. പക്ഷേ രഘു പിന്നീട് അനന്തനോട് ഒന്നും സംസാരിക്കാൻ ചെന്നില്ല. അവന്റെ ശ്രദ്ധ അപ്പോഴേക്കും പല്ലവിയിലേക്ക് വീണു. എങ്ങനെയും പല്ലവിയെ തന്റെ പരിധിയിലാക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു. രഘുവിന്റെ പെരുമാറ്റത്തിന് പല്ലവി എങ്ങനെ പ്രതികരിക്കും? അധ്യായം 59. അനന്തനുമായി സംസാരിച്ച് മുഷിഞ്ഞ രഘുവിന്റെ ശ്രദ്ധ പല്ലവിയിലേക്ക് നീങ്ങി. അവളെ എങ്ങനെയും പാട്ടിലാക്കണമെന്ന ഉദ്ദേശത്തോടെ രഘു പല്ലവിയുടെ അടുത്തെത്തി. ഹലോ ബ്യൂട്ടിഫുൾ, തന്നെ കണ്ടാൽ നല്ല സ്മാർട്ടാണല്ലോ. പിന്നെ എങ്ങനെയാണ് താൻ ഇവന്റെ കെണിയിൽ ചെന്ന് ചാടിയത്?
ഇയാളെപ്പോലെ ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് പെരുമാറണ്ടേ? അനന്തന് എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. അവന്റെ കയ്യിലിരിപ്പ് കാരണം പണ്ടേ തറവാട്ടിന്ന് അടിച്ചിറക്കി വിട്ടതാ. അന്ന് മുതല് പട്ടിണിയും പരിവട്ടമായിരുന്നു. അതീന്നൊക്കെ ഒന്ന് കരകയറാനാവും ഇങ്ങനെ തന്റെ ഒപ്പം ഇപ്പൊ കൂട്ടുകൂടി നടക്കുന്നത്. താനാണെങ്കിലും 5 കോടി രൂപയ്ക്ക് വീട് വരെ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവൻ നിന്നെ ചതിക്കുകയാണോ എന്ന് നോക്കി മനസ്സിലാക്കിയ ശേഷം ഇത്തരം സമ്മാനങ്ങളൊക്കെ നൽകുന്നതായിരിക്കും നല്ലത്, രഘു പല്ലവിയോട് പറഞ്ഞു. ഇവനിതേതാ എന്ന ഭാവത്തിൽ പല്ലവി രഘുവിനെ അടിമുടി ഒന്ന് നോക്കിയതല്ലാതെ അവൾ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. അപ്പോഴേക്കും അവിടേക്ക് അല്പം വയറ് ചാടിയ ഒരു മനുഷ്യൻ കടന്നു വന്നു. അയാളെ കണ്ടതും സ്റ്റാഫ് ഓരോരുത്തരായി അയാൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്താ സർ, എന്തെങ്കിലും പ്രശ്നം? അയാളുടെ മുഖത്തെ ഗൗരവ ഭാവം കണ്ട് ഒരു സ്റ്റാഫ് ചോദിച്ചു. അയാൾ അതിനൊന്നും ചെവി കൊടുക്കാതെ നേരെ പല്ലവിയുടെ മുന്നിൽ വന്നു നിന്നു. മിസ് പല്ലവി ഭാർഗവൻ, എന്തിനാ മാം നിങ്ങൾ നേരിട്ട് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ, അയാൾ ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ മിസ്റ്റർ പ്രഭാകരൻ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആവശ്യത്തിന് ഒപ്പം വന്നതാ, പല്ലവി പറഞ്ഞു. എന്നെ മിസ്റ്റർ കാർത്തിക് ശങ്കർ കോണ്ടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബില്ല് നിങ്ങൾക്ക് വിട്ടുതരുന്നതിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞ് അയാൾ അനന്തന് നേരെ തിരിഞ്ഞു. ഹലോ സർ, നിങ്ങളാണല്ലേ ബില്ല് വാങ്ങുന്നത്? നമുക്ക് അധികം ഡിലേ ഇല്ലാതെ വേഗം കാര്യങ്ങളിലേക്ക് കടക്കാം, പ്രഭാകരൻ പറഞ്ഞു. ഇതെല്ലാം കണ്ട് തരിച്ചു നിൽപ്പാണ് രഘു. അവരുടെ MD പ്രഭാകരൻ സാർ നേരിട്ട് വന്ന് ഡീലിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു നിസാര കാര്യമല്ല. അനന്തനോട് ഒട്ടി നിൽക്കുന്നത് തനിക്ക് ഉപകാരപ്പെടുമെന്ന് രഘു മനസ്സിലാക്കി. സർ, അനന്തൻ എന്റെ സ്കൂൾ ഫ്രണ്ടാണ്, ഈ ഡീൽ ഞാൻ നോക്കിക്കോളാം, രഘു പറഞ്ഞു. പ്രഭാകരൻ അതിന് അനുവാദവും നൽകി. വേഗം പോയി പേപ്പർ വർക്ക്സ് ഒക്കെ ശരിയാക്കി വെക്കേ. ഇനി ഇവിടെ നിന്ന് കറങ്ങുന്നത് എന്തിനാ? പ്രഭാകരൻ ചോദിച്ചു. രഘു നല്ല ആവേശത്തിലാണ്. ഏതൊരു സെയിലായാലും സ്റ്റാഫുകളിൽ ആരാണോ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത് അവർക്ക് കമ്മീഷൻ കിട്ടും. ഇത്രയും വലിയ ഒരു സെയിൽ തനിക്ക് വന്നു വീഴുമെന്ന് രഘു സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അനന്തനെ താൻ ഇനി എത്ര വില കുറച്ചു കണ്ടാലും പല്ലവി അവന്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവന് കാശിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് രഘു ഓർത്തു. അനന്തന്റെ വളർച്ചയെയും മാറ്റത്തെയും പറ്റി ചിന്തിക്കുമ്പോൾ രഘുവിന് വല്ലാത്ത അസൂയയും ദേഷ്യവും ഒക്കെ തോന്നി. പക്ഷേ ഈ നടക്കാൻ പോകുന്ന കോടികളുടെ ഡീലിന് കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും കമ്മീഷനായി തടയും. അതോർക്കുമ്പോൾ മനസ്സിലെ അസൂയയും ദേഷ്യവും മറന്ന് മുഖത്ത് ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്യാൻ രഘു ശ്രമിച്ചു. ആവേശത്തോടെ പേപ്പർ വർക്ക് ശരിയാക്കാൻ തുടങ്ങിയ രഘുവിനെ കണ്ട് പല്ലവി കുറച്ചു നേരം എന്തോ ആലോചിച്ചു. ശേഷം അനന്തനെയും ജഗനെയും നോക്കി. പല്ലവിയുടെ നോട്ടം കൊണ്ട് തന്നെ അവൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അവർ ഒരു പുഞ്ചിരി കൊണ്ട് അവൾക്ക് പിന്തുണ നൽകി. ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ഈ ഡീല് മിസ്റ്റർ രഘു മുരളീധരനെ ഏൽപ്പിക്കാൻ തീരെ താല്പര്യമില്ല. ഞങ്ങൾക്ക് ആ പുതിയ സ്റ്റാഫ്, ആ പെൺകുട്ടിയെ മതി, പല്ലവി പറഞ്ഞു. അതെ, ഞങ്ങളുടെ ഡീലില് ഇവൻ ഇടപെടണ്ട. ഇത്രയും നേരം തന്നെ ഈ നാറിയെ സഹിക്കാൻ പെട്ട പാട് ഇനി ഡീല് കൂടി ഏൽപ്പിക്കുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ, ജഗൻ പിറുപിറുത്തു. പ്രഭാകരനാണെങ്കിൽ ആദ്യം ഒന്നും മനസ്സിലായില്ല എങ്കിലും ഇപ്പോൾ ഒരു പരിധി വരെ കാര്യങ്ങൾ പിടികിട്ടി. അയാൾ രഘുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം പുതിയ പെൺകുട്ടിയോട് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, താൻ ശരിക്കും ലക്കിയാണ്. അതുകൊണ്ടാണ് മിസ് പല്ലവി ഭാർഗവന് തന്നെ ഇഷ്ടപ്പെട്ടത്. ക്ലയൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള ഈ കഴിവും നല്ല പെരുമാറ്റവുമാണ് ഈ ജോലിക്ക് ഇമ്പോർട്ടന്റ്. ഇന്നലെ വന്ന തനിക്ക് അത് നേരത്തെ മനസ്സിലായി. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ചിലർക്ക് അത് പിടികിട്ടിയില്ല. എന്തായാലും തനിക്ക് ഈ ഡീൽ നല്ലൊരു തുടക്കമാവട്ടെ, പ്രഭാകരൻ ആ കുട്ടിയോട് പറഞ്ഞു. രഘു ഇതെല്ലാം കണ്ടു വല്ലാത്തൊരവസ്ഥയിലാണ്. കൈവന്ന വലിയ തുക തട്ടിത്തെറിച്ചു പോകുന്നത് കണ്ട അവന് സമനില തെറ്റുന്നത് പോലെ തോന്നി. സർ, എന്താ ഇത്? ഇറ്റ്സ് വെരി അൺഫെയർ. ഞാൻ വർക്ക് തുടങ്ങിയതായിരുന്നു. മാത്രമല്ല ഇവര് വന്നപ്പോൾ മുതൽ ഞാനാണ് പ്രോട്ടോടൈപ്പ് ആൻഡ് ഫോട്ടോസ് കാണിച്ചതും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തതും. എന്നിട്ടിപ്പോ ഇന്നലെ വന്ന ഒരുത്തിക്ക് വെറുതെ ഡീൽ മറിച്ചു കൊടുത്താൽ. അനന്ത, നീ എന്താ ഒന്നും മിണ്ടാത്തെ? നമ്മള് പഴയ ഫ്രണ്ട്സ് ആണ് എന്നത് നീ മറന്നുപോയോ? രഘു നിയന്ത്രണം വിട്ട് സംസാരിക്കുന്നത് കണ്ട്
എല്ലാവർക്കും ഒരുപോലെ ദേഷ്യം തോന്നി. മിസ്റ്റർ പ്രഭാകരൻ, എനിക്കൊരു ഫേവർ ചെയ്തു തരൂ, അനന്തൻ ചോദിച്ചു. യെസ് സർ, എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, പ്രഭാകരൻ വിനയത്തോടെ പറഞ്ഞു. ഇയാളെ ഇവിടെ നിന്നൊന്ന് പറഞ്ഞു വിടാമോ? പ്ലീസ് ക്ലിയർ ഹിം ഔട്ട് നൗ, അനന്തൻ പറഞ്ഞു. ഇത് കേട്ട് രഘുവിന്റെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിച്ചു. അവൻ അനന്തന് നേരെ ആക്രോശിച്ചു. അനന്ത, നിനക്ക് എന്ത് അധികാരം ഉണ്ടായിട്ടാ എന്റെ ജോലി തെറിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പെണ്ണിന്റെ പണത്തിന്റെ ധൈര്യത്തില് നീ സ്വന്തം നില മറന്ന് പ്രവർത്തിക്കരുത്. ഞാൻ നിന്റെ കൂടെ പഠിച്ചവനാണെന്നുള്ള ബോധം പോലും ഇല്ലാതായി അല്ലേ? ഒരു ശത്രുവിനോട് പെരുമാറുന്നത് പോലെ പെരുമാറാൻ നാണമില്ലേ നിനക്ക്? രഘു ചോദിച്ചു. നിന്നെപ്പോലെ ഒരുത്തനെ കൂടെ പഠിച്ചവൻ, കൂട്ടുകാരൻ എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് നാണക്കേട് തോന്നുന്നത്, അനന്തൻ പുച്ഛത്തോടെ പറഞ്ഞു. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായ പ്രഭാകരൻ വേഗം രഘുവിനുള്ള ടെർമിനേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തു. 1 മിനിറ്റ് സമയം തരും, ഇതും വാങ്ങി സ്ഥലം കാലിയാക്കാൻ, അയാൾ രഘുവിനോട് പറഞ്ഞു. നീ ഇതിനെ അനുഭവിക്കും, നിന്നെ ഞാൻ വിടില്ല, ചെവിയിൽ നുള്ളിക്കോ. ഒരു കാര്യവും ഇല്ലാതെയാണ് നീ എന്റെ പണി കളയിച്ച്, നീ അനുഭവിക്കും. രഘു ഒരു ഭ്രാന്തനെ പോലെ കിടന്ന് പുലമ്പുന്നത് കണ്ട് സെക്യൂരിറ്റി അവിടേക്ക് വന്നു. ഇനി നിന്നാൽ തന്നെ പിടിച്ചിറക്കി വിടുമെന്ന് മനസ്സിലാക്കിയ രഘു അവിടെ നിന്ന് പോകാൻ തയ്യാറായി. സ്ഥലം വിട്ടോ, അതാ നല്ലത്. ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, അല്പനേരം കൂടി നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചിരുന്നുവെങ്കിൽ നിന്റെ എല്ലാം ഒടിച്ച് വിടാനായിരുന്നു എന്റെ പ്ലാൻ. ഞാൻ അങ്ങനെ ചെയ്താലും ഇവിടെ ആരും എന്നെ തടയില്ല, കാരണം നീ എല്ലാവരെയും അത്രയ്ക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. നിന്റെ എല്ലൊടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടം മാത്രമേ എനിക്കുള്ളൂ, ജഗൻ പറഞ്ഞു. രഘുവിനെ പുറത്താക്കിയതോടെ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടന്നു. പേപ്പർ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ബില്ലും പേ ചെയ്ത് അവർ അവിടെ നിന്നും തിരിച്ചു. അരമണിക്കൂറിനുള്ളിൽ അവർ അനന്തന്റെ പുതിയ വില്ലയിലെത്തി. അവരവിടെ കാർ നിർത്തിയതും സിറ്റ് ഔട്ടിൽ നിന്നും ഭാർഗവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്ല, ഇതിപ്പോ സർപ്രൈസ് ആയല്ലോ, ഞങ്ങൾക്ക് മുമ്പേ മുത്തശ്ശൻ ഇങ്ങ് എത്തിയോ? പല്ലവി കാറിൽ നിന്നിറങ്ങിയതും ചോദിച്ചു. എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അനന്തൻ ഒരു നല്ല വീട് വാങ്ങുന്നത് എനിക്ക് കൂടി സന്തോഷം നൽകുന്ന കാര്യമല്ലേ, ഭാർഗവൻ പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ അനന്തൻ. മാനേജർ നാഗേന്ദ്രൻ അനന്തന്റെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകിക്കൊണ്ട് പറഞ്ഞു. അനന്തന് വിരോധമൊന്നുമില്ല എന്നുറപ്പാക്കിക്കൊണ്ട് പല്ലവിയും ഭാർഗവനും ചേർന്ന് കുറച്ച് അതിഥികളെ കൂടി അനന്തന്റെ ഹൗസ് വാമിംഗ് ചടങ്ങ് എന്ന പേരിൽ അവിടേക്ക് ക്ഷണിച്ചിരുന്നു. അവരോരോരുത്തരായി അവിടേക്കെത്തി. അതിഥികൾ വരുന്ന മുറയ്ക്ക് തന്നെ പല്ലവിയും ഭാർഗവനും നാഗേന്ദ്രനും പിന്നെ പ്രഭാകരനും ചേർന്ന് അവരെ അനന്തന് പരിചയപ്പെടുത്തി. ഇവരൊക്കെ എന്റെ ഏറെക്കാലമായിട്ടുള്ള സുഹൃത്തുക്കളാ. ഇത് കൈലാസ് സുബ്രഹ്മണ്യൻ, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ റിട്ടയർഡ് ചെയർമാനാ. ഇത് മിസ്റ്റർ രമേശ് ശ്യാമളൻ, ഇദ്ദേഹമാണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയ സ്വരാജ് മീഡിയയുടെ ഓണർ. പിന്നെ ഇത് നമ്മുടെ മാനേജർ നാഗേന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ മധുമോഹൻ. ആള് ഇവിടുത്തെ വലിയൊരു അബ്കാരി വ്യവസായിയൊക്കെയാ. പിന്നെ ഇന്നാട്ടില് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത് ഇദ്ദേഹത്തിന്റെ ഫാക്ടറിയിലാണെന്നൊരു ശ്രുതിയുണ്ട്. ഭാർഗവൻ അവരോടൊക്കെയുള്ള സൗഹൃദത്തിന്റെ പുറത്ത് തമാശ കലർത്തിയാണ് ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നത്. അവിടെ മറ്റൊരു മധ്യവയസ്കൻ കൂടി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഭാർഗവൻ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അയാൾ സ്വയം മുന്നോട്ട് വന്ന് അയാളെ പരിചയപ്പെടുത്തി. എന്റെ കീഴിൽ അത്രയ്ക്ക് തൊഴിലാളികളൊന്നുമില്ല, എന്നാലും എല്ലാവരും എന്നെ വിളിക്കുന്നത് കന്യാകുമാരി സമുദ്രത്തിലെ 4ാം രാജാവെന്ന്. അയാളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന അഹംഭാവം കണ്ട് അനന്തൻ മനസ്സിലാക്കി, ഇയാൾ മറ്റു 3 പേരെ പോലെ വെറും ഒരു ബിസിനസ്സുകാരനോ പണക്കാരനോ മാത്രമല്ല, പകരം നല്ലൊരു അപകടകാരി കൂടിയാണ് എന്ന്. അനന്ത, ഇവരെയൊക്കെ പരിചയപ്പെടുന്നത് നല്ലതാ, കാരണം ഷൺമുഖന്റെ പിറന്നാളിന് പോകുമ്പോ നമ്മളോടൊപ്പം ഇവരും ഉണ്ടാവും, പല്ലവി അനന്തനോട് മെല്ലെ പറഞ്ഞു. അനന്തൻ അത് കേട്ട് അല്പം നീരസം തോന്നി. തന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പിന്തുണയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൂടി ആശ്രയിക്കുന്നത് എന്ന ചിന്തയാണ് അനന്തനെ അലട്ടിയത്. പക്ഷേ അനന്തൻ ഒരിക്കലും തന്റെ നീരസം അവരോട് പ്രകടിപ്പിച്ചില്ല. അവനും സന്തോഷപൂർവ്വം അവരെ പരിചയപ്പെട്ടു. എല്ലാവരെയും പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. എന്റെ പേര് അനന്തൻ വർമ്മ. വീട്ടിൽ അച്ഛനും അനിയത്തിയുമാണ് നിലവിലുള്ളത്. കോളേജ് സ്റ്റുഡന്റ് ആണ്. ഒപ്പം അച്ഛന്റെ ആയുർവേദ ഡിസ്പെൻസറിയും നോക്കി നടത്തുന്നുണ്ട്. ഭാർഗവൻ സാറ് ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമോ?
എനിക്ക് അങ്ങയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. അനന്തൻ പറഞ്ഞു. അനന്തന്റെ മുഖഭാവം കണ്ടപ്പോൾ ഭാർഗവൻ ആദ്യം കരുതിയത് താൻ എന്തിനാണ് അനന്തനെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ചോദിക്കാനാണ് അവൻ തന്നെ വിളിക്കുന്നതെന്നായിരുന്നു. പക്ഷേ അനന്തൻ ആദ്യം ചോദിച്ചത് മറ്റൊരു കാര്യമാണ്. സാറിന് ഈ അതിഥികളെ എത്രത്തോളം വിശ്വാസമാണ്? അനന്തൻ അല്പം സ്വരം താഴ്ത്തി ചോദിച്ചു. അനന്തൻ അങ്ങനെ ചോദിച്ച് എനിക്ക് ഇവരെ വളരെയധികം വിശ്വാസമാണ്. ഏറെ നാളായി ഇവരെയൊക്കെ എനിക്ക് അടുത്തറിയാം. ഞാൻ അത്യാവശ്യം അടുപ്പുള്ളവരെ മാത്രമേ ഇന്നത്തെ ചടങ്ങിന് ക്ഷണിച്ചിട്ടുള്ളൂ. ഭാർഗവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇന്ന് ഇവിടെ വെച്ച് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങള് അതിനിവരും സാക്ഷിയാവട്ടെ. അനന്തൻ പറഞ്ഞു. ഓ, അതെന്താ അനന്ത എന്ന് ഭാർഗവൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അനന്തൻ തന്റെ ബാഗിൽ നിന്നും ആ ചുവന്ന കലശം എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും അതിഥികളുടെ ശ്രദ്ധയും അങ്ങോട്ടേക്കായി. അനന്തൻ ആ കലശവും എടുത്തുകൊണ്ട് ഗാർഡനിലേക്ക് നടന്നു. അവിടെ വെച്ച് അതിന്റെ മേലെയുള്ള കറുത്ത തുണി മാറ്റി നിലത്തേക്ക് വെച്ചു. അവിടെ നിന്നവരെല്ലാവരും അനന്തൻ എന്താണ് ചെയ്യുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു. പുരാവസ്തുക്കളിൽ പൊതുവെ കമ്പമുള്ള ഭാർഗവൻ വളരെ അതിശയത്തോടെ അനന്തനോട് ചോദിച്ചു. ഈ കലശം ഇതൊത്തിരി പഴയതാണല്ലോ. ഇതെവിടെ നിന്ന് ആനന്ദ? സാറ് ഈ കലശം കണ്ട് മാത്രം ഇങ്ങനെ അതിശയിച്ചുവെങ്കിൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കാണുമ്പോ വല്ലാതെ ഞെട്ടുവല്ലോ. ഇവിടെ ഇപ്പോ ഈ കലശത്തിനല്ല പ്രാധാന്യം, ഇതിലൂടെ നടക്കാൻ പോകുന്ന കർമ്മത്തിനാണ്. ഞാനിവിടെ പ്രകൃതിയിലെ സർവശക്തികളെയും ഈ കലശത്തിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ്. അനന്തൻ പറഞ്ഞത് കേട്ട് ഇതെന്ത് ഭ്രാന്ത് എന്ന മട്ടിൽ അതിഥികൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. പക്ഷേ ഭാർഗവന്റെയും പല്ലവിയുടെയും മുഖത്ത് അനന്തനോടുള്ള വിശ്വാസം അപ്പോഴും കാണാമായിരുന്നു. എന്തായിരിക്കും അനന്തൻ ഇനി അടുത്തതായി ചെയ്യാൻ പോവുക? അതിന് അവിടെയുള്ള അതിഥികളുമായി എന്തെങ്കിലും ബന്ധം കാണുമോ? അധ്യായം 60. പുതിയ ബംഗ്ലാവിലേക്ക് താമസം മാറി ആദ്യ ദിവസം അനന്തൻ തന്റെ ചുവന്ന കലശത്തിലേക്ക് പ്രകൃതിയിലെ ശക്തികളെ എല്ലാം ആവാഹിക്കുന്ന കർമ്മം ചെയ്യാൻ ആരംഭിച്ചു. അനന്തൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് കേട്ട ഭാർഗവനും അതിഥികളും വില്ല കൈമാറാൻ വന്ന പ്രഭാകരനും അനന്തൻ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകാതെ നോക്കി നിന്നു. പ്രഭാകരൻ ആദ്യം ചിരിച്ചുപോയി എങ്കിലും എല്ലാവരും ഗൗരവത്തോടെ നിൽക്കുന്നത് കണ്ട് അയാളും സ്വയം നിയന്ത്രിച്ചു. ഇതെന്തായി പറയുന്നത്? ഇതൊക്കെ പണ്ട് പുരാണത്തിലൊക്കെയല്ലേ കേട്ടുകേൾപ്പിയുള്ളൂ. ചില വലിയ മന്ത്രവാദികളും ആചാര്യന്മാരും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 25 വയസ്സ് പോലും ഇല്ലാത്ത ഈ പയ്യൻ ഇതൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? പ്രഭാകരൻ ചോദിച്ചു. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തതായുണ്ട്. ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിലുള്ള എന്തിലും തുല്യ അവകാശമാണുള്ളത്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള പല അമൂല്യമായ ശക്തികളെയും ഉപയോഗിക്കാനുള്ള അറിവും കഴിവും നമ്മളിൽ പലർക്കും ഉണ്ടാവില്ല. അതിനാൽ ആ ശക്തികളൊക്കെ ആർക്കും പ്രയോജനമില്ലാതെ പാഴായി പോവുകയാണ്. എന്നാൽ നമ്മിൽ ചിലർക്കെങ്കിലും അതിനെയെല്ലാം യഥാവിധം പ്രയോഗിക്കാനുള്ള അറിവുണ്ടെങ്കിൽ യാതൊരു ഋഷിവര്യന്മാരുടെയും സഹായമില്ലാതെ തന്നെ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കർമ്മം സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. അനന്തൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ സംസാരിച്ചു. 12 വർഷം മുൻപ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആചാര്യൻ ഉപേന്ദ്ര ശർമ്മൻ ഇത്തരം ഒരു വിദ്യ പ്രദർശിപ്പിക്കുന്നത്. അതൊരു വലിയ യാഗമായിരുന്നു. 7 ദിനരാത്രങ്ങൾ വേണ്ടി വന്നു അദ്ദേഹത്തെ പോലെ ഒരു യോഗിക്ക് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയെടുക്കാൻ. അന്ന് അദ്ദേഹത്തിനോടൊപ്പം സഹായത്തിന് കുറച്ച് സന്യാസിമാരും എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ പോലും ആചാര്യൻ ആ കർമ്മത്തിൽ പരാജയപ്പെട്ടു പോയേനെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നിസാരമായി തനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന്. അതിഥികളിൽ ഒരാൾ അത് ചോദിച്ചു തീർന്നതും പ്രകൃതിയാകെ ആടിയുലയാൻ തുടങ്ങി. കാറ്റും ഇടിമിന്നലും കണ്ട് കാലം തെറ്റിയുള്ള മഴയാകും ഇതെന്ന് കരുതി ആകാശത്തേക്ക് നോക്കിയ അവർ എല്ലാവരും നന്നായി ഞെട്ടി. കാരണം മഴയുടെ ഒരു ലക്ഷണവുമില്ല എന്ന് മാത്രമല്ല, കാർമേഘങ്ങൾക്ക് പകരം നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള ആകാശമായിരുന്നു അവർ കണ്ടത്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതിയുടെ ആ രൂപമാറ്റം എല്ലാവരെയും ഒന്ന് ഞെട്ടിച്ചു. കാറ്റിന്റെ ശക്തിയിൽ
എല്ലാവരും ചെരിഞ്ഞു വീഴാതെ പരസ്പരം പിടിച്ചു നിന്നപ്പോഴും അനന്തൻ മാത്രം നിശ്ചലനായി തന്നെ തുടർന്നു. പറന്നുയരുന്ന കരിയിലകളും മറ്റും മുഖത്തും കണ്ണിലും പതിക്കാതെ വീശി മാറ്റുന്നതിനിടെ അവിടെ നിന്ന് ഓരോരുത്തരും കണ്ടു ധ്യാനത്തിൽ മുഴുകി നിൽക്കുന്ന അനന്തന്റെ ചുറ്റിലും ഇലകളും പൊടിപടലവും ഒക്കെ വട്ടം കറങ്ങി നിൽക്കുന്നത്. അവയൊന്നും അനന്തന്റെ ശരീരത്തിൽ പതിക്കുന്നില്ല. അവയ്ക്ക് അനന്തന്റെ ശരീരവുമായി ഒരുതരം വികർഷണമുണ്ടെന്ന് തോന്നി കാണുന്നവർക്ക്. ആദ്യമൊക്കെ മനസ്സുകൊണ്ട് സംശയിച്ചവർക്കും പരിഹസിച്ചവർക്കുമെല്ലാം അനന്തനിൽ ഒരു ദിവ്യത്വമുണ്ട് എന്ന പ്രതീതി വന്നു. ആദ്യം അനന്തനെ പുച്ഛിച്ചു ചിരിച്ച പ്രഭാകരൻ വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ്. അയാൾ അത്രമാത്രം ഭയന്നിട്ടുണ്ട്. പക്ഷേ ജഗന്റെ മുഖത്ത് മാത്രം ഒരത്ഭുതവും കാണാനില്ലായിരുന്നു. കാരണം മാലിനിയുടെ വീട്ടിൽ വെച്ച് അനന്തന്റെ ആദിശേഷ രൂപം തന്നെ അവൻ നേരിട്ട് കണ്ടതാണ്. അതിനു മുന്നിൽ ഇപ്പോൾ ഈ സംഭവിച്ചതെല്ലാം വളരെ നിസ്സാരമാണ് എന്ന് ജഗന് തോന്നി. ഞാൻ ഇവനെക്കുറിച്ച് ധരിച്ചതൊന്നും തെറ്റിയിട്ടില്ല. അമാനുഷിക കഴിവുകൾ ചെറുപ്രായത്തിലെ സ്വന്തമാക്കിയ വീരനാണിവൻ. ഇവനെ പരിഹസിക്കുക എന്ന സാഹസത്തിന് ആരും മുതിരാതിരിക്കുന്നതാണ് നല്ലത്. ഭാർഗവൻ പ്രഭാകരനെ നോക്കി പറഞ്ഞു. അവർ നോക്കുമ്പോൾ അനന്തൻ ധ്യാനമുദ്രയിൽ നീട്ടിപ്പിടിച്ചിരുന്ന കൈ മെല്ലെ താഴ്ത്തുന്നതാണ് കണ്ടത്. അടുത്ത നിമിഷം തന്നെ അനന്തൻ മുഷ്ടി ചുരുട്ടി ഭൂമിയിൽ ശക്തിയായി ഇടിച്ചു. ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ടത് അവരറിഞ്ഞു. തറയിൽ വെച്ചിരുന്ന കലശത്തിന് ചുറ്റും മണ്ണ് പിളർന്നു മാറി ഒരു വലയം തീർന്നു. അനന്തൻ ആ കലശം മണ്ണിൽ വെച്ച് ഒന്ന് കറക്കിയതും അവിടേക്ക് ആഞ്ഞു വീശിക്കൊണ്ടിരുന്ന കാറ്റ് ഒരു ചുഴലിയുടെ രൂപത്തിൽ കലശത്തിനുള്ളിലേക്ക് കയറുന്നത് അവർ കണ്ടു. അന്തരീക്ഷത്തിലെ മാറ്റത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവിടെ നിന്നവരിൽ പലരും ആരോടെന്നില്ലാതെ നിലവിളിച്ചു. അയ്യോ, ഓടി വരണേ, ഭൂമി കുലുക്കം, രക്ഷിക്കണേ! കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഭൂമി കുലുക്കം അല്ല, ലോകാവസാനം, ഒന്ന് മിണ്ടാതിരിക്കടോ. ജഗൻ അയാളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തൻ ഈ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും എനർജി വലിച്ചെടുത്ത് ആ കുടത്തിൽ നിറയ്ക്കുകയാണ്. അത് കഴിയുമ്പോ ഈ കോളിളക്കമൊക്കെ അവസാനിച്ചോളും. ഇവിടെ കിടന്ന് കാറിക്കൂവി അനന്തന്റെ ശ്രദ്ധ തെറ്റിക്കാതെ, ജഗൻ അയാളോട് പറഞ്ഞു. ജഗൻ അത് പറഞ്ഞു കഴിഞ്ഞതും അവർ കൗതുകത്തോടെ ആ അത്ഭുതം കാണാൻ വേണ്ടി അനന്തനെ തന്നെ ഉറ്റുനോക്കി നിന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ആകാശത്ത് സ്വർണവും വെള്ളയും നിറത്തിലുള്ള പ്രകാശം തിരയടിച്ചു വന്നു. അവരേവരും നോക്കി നിൽക്കെ തന്നെ ആ 2 തിരമാലകളും കൂടി കലർന്നുകൊണ്ട് ഒരു മേഘരൂപം കൊണ്ടു. മേഘം മെല്ലെ അലിഞ്ഞ് തുള്ളികളായി കലശത്തിനുള്ളിലേക്ക് മഴ പോലെ പെയ്തിറങ്ങി. ആ 2 പ്രകാശ തിരമാലകളിൽ സ്വർണത്തിൻ്റെത് സ്വർഗത്തിലെയും വെള്ളയുടേത് ഭൂമിയിലെയും സകല സദ്ഗുണങ്ങളുടെയും പ്രതീകമാണ്. അവയുടെ സംഗമത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആ വിശിഷ്ട പാനീയം പ്രപഞ്ചത്തിലെ ഏറ്റവും അമൂല്യവും ശ്രേഷ്ഠവുമായ ഒന്നാണ്. അതിന്റെ ഗുണം കൊണ്ട് ആ ഗാർഡനിലെ ഇളം മൊട്ടുകൾ പോലും അതിവേഗം പൂക്കളുടെ രൂപം സ്വീകരിച്ചു. അപ്രതീക്ഷിതമായി വിരിഞ്ഞ പൂക്കളുടെയും പിന്നെ ആ കലശത്തിനുള്ളിലെ വെളുത്ത ദ്രാവകത്തിന്റെയും എല്ലാം കൂടി മിശ്രിതമായ മനം മയക്കുന്ന ഗന്ധം അവിടെ ആകെ പരന്നു. ഈ കാഴ്ച മുഴുവനും കണ്ടു നിന്ന പലർക്കും തല ചുറ്റുന്നത് പോലെ തോന്നി. ഇത്രയും അധികം മാന്ത്രികത ഒരുമിച്ച് കാണാനും ഉൾക്കൊള്ളാനുമുള്ള ത്രാണി അവരിൽ പലർക്കും ഇല്ലായിരുന്നു. പല്ലവിക്കും തല മരവിക്കുന്നത് പോലെ തോന്നി. എങ്കിലും അവൾ അത് സഹിച്ചുകൊണ്ട് അനന്തനോട് ചോദിച്ചു. ഈ സ്മെല്ല്, ഇത് എന്തിന്റെയാണ് അനന്ത? ഇറ്റ്സ് ട്രൂലി മാജിക്കൽ. പല്ലവി കണ്ണുകൾ അടച്ച് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് ആ മണം വീണ്ടും ആസ്വദിച്ചു. അതെ അതെ, മനുഷ്യനെ ഇത്രയും ത്രസിപ്പിക്കുന്ന തരം ഒരു ഗന്ധം ഞാനും ഇതുവരെ അറിഞ്ഞിട്ടില്ല. രമേശ് ശ്യാമളനും പല്ലവിക്കൊപ്പം പറഞ്ഞു. മിസ്റ്റർ അനന്തനിൽ തീർച്ചയായും എന്തെല്ലാമോ സൂപ്പർ പവേഴ്സ് ഉണ്ട്. അദ്ദേഹത്തെ ഈ ലോകത്തിൽ ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. മധുമോഹനാണ് പറഞ്ഞത്. ഇതെല്ലാം കേട്ട് അമ്പരപ്പ് മാറാതെ നിന്ന ഭാർഗവൻ അനന്തനോട് ചോദിച്ചു. അനന്ത, ഇതെന്താണ് ഈ ദ്രാവകം? ഇതിന്റെ പ്രത്യേകത എന്താണ്? അനന്തൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. ശേഷം മറ്റുള്ളവരുടെയും. അവിടെ ജഗൻ, ഭാർഗവൻ, പല്ലവി എന്നിവർ മൂവരുടെയും മുഖത്ത് മാത്രമാണ് തന്നോടുള്ള കറ തീർന്ന വിശ്വാസം അനന്തന് കാണാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളവരിലെല്ലാം ഭയവും ആശങ്കയുമാണ് നിഴലിക്കുന്നത്. നിങ്ങളുടെ ഊഹം തെറ്റിയിട്ടില്ല സർ. ഇത് വളരെ അമൂല്യമായ ദ്രാവകം തന്നെയാണ്. ഒരുപാട് അത്ഭുത ശക്തി ഇതിനുണ്ട്. എല്ലാം
വഴിയെ മനസ്സിലാകും. ഭാർഗവനോട് അത്രയും പറഞ്ഞ ശേഷം എല്ലാവരോടുമായി അനന്തൻ തുടർന്നു. ഈ കർമ്മം നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകും, എനിക്കറിയാമത്. കർമ്മം പൂർത്തിയായിരിക്കുന്നു. അതിനാൽ ഇനി ആരും ഭയപ്പെടേണ്ട. തികഞ്ഞ വിശ്വാസത്തോടെ വേണം ഈ പാനീയം സേവിക്കാൻ. എന്താ, ഇതിന്റെ രുചി അറിയണമെന്ന് ആർക്കും ആഗ്രഹമില്ലേ? അനന്തൻ ചോദിച്ചു. അവരെല്ലാവരും പരസ്പരം നോക്കി. എന്തു തരം ദ്രാവകമാണ് ഈ കലശത്തിലേക്ക് വന്ന് വീണിരിക്കുന്നത്? അത് കുടിക്കാൻ കൊള്ളാവുന്ന തരമാണോ, ഇനി വല്ല കൂടോത്രവുമാണോ എന്ന് ആർക്കറിയാം. അങ്ങനെ പല ചോദ്യങ്ങളും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അനന്തനെ ചോദ്യം ചെയ്യാൻ അവർക്ക് ധൈര്യം വന്നില്ല. അതിനാൽ എല്ലാവരും പരസ്പരം നോക്കി എന്ത് വേണമെന്ന ഭാവത്തിൽ മിണ്ടാതെ നിന്നു. എല്ലാവരിലും അനന്തനോടുള്ള ഭയവും വിശ്വാസക്കുറവുമാണ് എന്ന് കണ്ട ഭാർഗവൻ സധൈര്യം മുന്നോട്ട് വന്നു. ശേഷം ആ കലശം ഒരു കൈയിലേക്കെടുത്ത് മറു കൈയിലേക്ക് ഒരു കുമ്പിൾ നിറയെ ആ ദ്രാവകമൊഴിച്ച് നാസികയോടടുപ്പിച്ചു. കൈവെള്ളയിൽ അറിഞ്ഞ ഇളം ചൂടും അതിനൊപ്പം മൂക്കിലേക്ക് തട്ടുന്ന ആവിയും അയാളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഉണർത്തി. ഒരു പേടിയും മടിയും കൂടാതെ അയാൾ ആ പാനീയം ആസ്വദിച്ചു കുടിച്ചു. അത് കുടിച്ചിറക്കിയ നിമിഷം തന്നെ ശരീരം ആ സകലം ഒരു കുളിര് വ്യാപിക്കുന്നത് ഭാർഗവൻ അറിഞ്ഞു. അത് മാത്രമല്ല, വളരെ ചെറുപ്പത്തിൽ ശരീരത്തിലുണ്ടായ ചില വ്രണങ്ങളുടെ പാടുപോലും മാഞ്ഞു പോവുകയും ചെയ്തു. അയാൾ ഒരു കുമ്പിൽ കൂടി കുടിക്കാൻ ഒരുങ്ങിയതും അനന്തൻ തടഞ്ഞു. ഭാർഗവൻ സർ, ഇത് ഒരുപാട് ശക്തിയുള്ള പാനീയമാണ്. വെറും ഒരു കുമ്പിൽ കൊണ്ട് തന്നെ താങ്കൾക്ക് ആവശ്യമുള്ള അത്ര ഫലം ലഭിക്കുന്നതാണ്. അരമണിക്കൂറിൽ തന്നെ സാറിന് മാറ്റങ്ങൾ അറിയാൻ കഴിയും. 3 ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ഈ മരുന്നിന്റെ ശക്തി ശരീരത്തിൽ തെളിയും. അനന്തൻ പറഞ്ഞത് കേട്ട് ഭാർഗവൻ ആ പാനീയം തിരികെ അനന്തനെ ഏൽപ്പിച്ചുവെങ്കിലും അല്പം കൂടി കുടിക്കാനുള്ള ആഗ്രഹം അയാളിൽ ബാക്കിയായിരുന്നു. അനന്തൻ പല്ലവിയെ നോക്കി. താനും അല്പം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ തന്നെ ശരീരത്തിന് താപം കുറയുന്നുണ്ട് എന്ന് കണ്ണ് കണ്ടാൽ അറിയാം. മുഖത്ത് നല്ല വിളർച്ചയും കാണും. നല്ലപോലെ സ്ട്രെസ് ഉണ്ടല്ലേ. ഈ പാനീയം അല്പം സേവിച്ച തനിക്ക് ഒരുപാട് ബെറ്റർ ഫീല് കിട്ടും. രാത്രിയിലെ ഉറക്കമില്ലായ്മയൊക്കെ മാറി കിട്ടും, അനന്തൻ പറഞ്ഞു. അനന്തൻ എങ്ങനെയാണ് മനസ്സിലായത് എന്റെ കണ്ടീഷൻ എന്താണെന്ന്? അനീമിക് ആണെന്ന് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫീല് ചെയ്യുന്നുണ്ട്, പല്ലവി അതിശയത്തോടെ ചോദിച്ചു. സ്വന്തം വീട്ടിൽ പോലും ആരെയും അറിയിച്ച് അവരെ ടെൻഷൻ ആക്കണ്ട എന്ന മട്ടിലാണ് പല്ലവി തന്റെ അവസ്ഥ കൈകാര്യം ചെയ്തത്. എന്നിട്ടും അനന്തൻ എങ്ങനെ മനസ്സിലാക്കി എന്നത് അവൾക്ക് വളരെ ഷോക്കായിരുന്നു. പല്ലവി, ഒരു കാര്യം മറക്കരുത്. ഞാൻ ഒരു പ്രഗത്ഭനായ ആയുർവേദ വൈദ്യന്റെ മകനാണ്. അതുപോലെ തന്നെ ഒരു ഡിസ്പെൻസറി നോക്കി നടത്തുന്നുമുണ്ട്. എന്നെ ഇങ്ങനെ വില കുറച്ച് കാണരുത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇത് കുടിക്കേ, ക്ഷീണം മാറട്ടെ. അനന്തന്റെ സ്വരം ഒരു കറ തീർന്ന വൈദ്യന്റേതായി മാറുകയായിരുന്നു അപ്പോൾ. അതെ അതെ, അനന്തൻ ഇത്ര സ്നേഹത്തോടെ തരുന്നതല്ലേ, മടിക്കാതെ വാങ്ങിച്ച് കുടിക്ക് പല്ലവി. ഈ സമയം ജഗൻ അവളെ കളിയാക്കുന്ന ഒരു താളത്തിലാണ് അത് പറഞ്ഞത്. പല്ലവിയുടെ മുഖത്ത് ഒരു ചെറിയ നാണം പടരുന്നത് ജഗൻ കണ്ടു. അവൾ യാതൊരു മടിയും കൂടാതെ അനന്തന് നേർക്ക് കൈനീട്ടി. അനന്തൻ ആ കലശം ചരിച്ച് അവളുടെ കൈക്കുമ്പിളിലേക്ക് അത് പകർന്നു നൽകി. അവൾ അത് ആസ്വദിച്ച് തന്നെ കുടിച്ചു. കുടിച്ചു തീർന്നതും പല്ലവിക്ക് വല്ലാത്ത ഉന്മേഷം തോന്നി. ഇപ്പോൾ താൻ അനുഭവിക്കുന്ന ഊർജവും അതുപോലെ തന്നെ നാവിലൂറുന്ന സ്വാദും പല്ലവിയെ കുറച്ചുകൂടി സന്തോഷവതിയാക്കി. അവൾ കൗതുകം നിറഞ്ഞ കണ്ണുകളോടെ അനന്തനോട് ചോദിച്ചു, എന്താ അനന്ത ഇതിന്റെ പ്രത്യേകത? എന്റെ ഉള്ളില് എന്തൊക്കെയോ ഒരു ന്യൂലി ഫീലിംഗ്, പക്ഷെ ഒന്നും തെളിഞ്ഞ് മനസ്സിലാകുന്നുമില്ല. പല്ലവി അത് പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ വയറിൽ എന്തോ ഒന്ന് പുളയുന്നത് പോലെ തോന്നി. അവൾ അറിയാതെ വയറിന് മേൽ കൈകൾ അമർത്തി വെച്ചു. ഒരു വല്ലായ്മ തോന്നുന്നു, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. മുത്തശ്ശനോട് പറഞ്ഞ ശേഷം അവൾ ബംഗ്ലാവിനുള്ളിലെ വാഷ്റൂമിലേക്ക് പോയി. പല്ലവി സ്ഥിരമായി യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. അവളുടെ പഴയ ടീച്ചർ പെട്ടെന്ന് മാറി പകരം പുതിയ ടീച്ചർ വന്നപ്പോൾ അവരുടെ ക്ലാസ്സിലെ രീതിയിലും മാറ്റങ്ങൾ വന്നു. അത് പല്ലവിയുടെ ശരീരം ഉൾക്കൊണ്ടിരുന്നില്ല. കടുപ്പമുള്ള വ്യായാമവും ധ്യാനമുറകളും പെട്ടെന്ന് ശരീരത്തിനെ അടിച്ചേൽപ്പിച്ചതുപോലെ ശരീരം പ്രതികരിച്ചു. അതാണ് അവൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച തളർച്ച. ഇപ്പോൾ അനന്തൻ നൽകിയ പാനീയം കുടിച്ചപ്പോൾ ശരീരം പഴയ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. തളർച്ചയും ഛർദിക്കാനുള്ള തോന്നലുമൊക്കെയായി അവൾ വലഞ്ഞു. ഈ സമയം
അനന്തന്റെ പാനീയം സേവിക്കാൻ ആദ്യം മടിച്ചു നിന്നവരെല്ലാം ഇപ്പോൾ മെല്ലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പല്ലവിയും ഭാർഗവനും അത് കുടിച്ചു കാണിച്ചതോടെ അവരുടെ ഭയം മാറി ഞങ്ങൾക്കും അത് വേണമെന്ന ചിന്തയിലേക്ക് വന്നു. അവരോരോരുത്തരും സേവിച്ചു കഴിഞ്ഞ് സ്വയം അതിന്റെ മഹത്വം മനസ്സിലാക്കി അനന്തനോട് ആ പാനീയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചു. അനന്തൻ ചിലതിന് മാത്രം മറുപടി പറഞ്ഞ ശേഷം അവരോട് ഇപ്രകാരം പറഞ്ഞു: ഈ പാനീയം നിങ്ങൾക്കൊരു പുനർജീവിതം നൽകിയിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള രോഗങ്ങളും മുറിവുകളും ഇനി നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളിൽ ഓരോരുത്തരുടെയും ശരീരദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് ശുദ്ധമായി മാറിയിരിക്കുന്നു. എല്ലാവരും ഇത് സേവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിതിന്റെ വിലയെപ്പറ്റി സംസാരിക്കാം. വിലയോ? അനന്തൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. പാനീയത്തിന്റെ വില കേട്ട് അത് സേവിച്ചവർ ഞെട്ടുമോ? അധ്യായം 61. അനന്തൻ നൽകിയ പാനീയം ഏവരും സേവിച്ചു കഴിഞ്ഞ് അതിന്റെ ഗുണമഹിമയെപ്പറ്റി പരസ്പരം സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് അനന്തൻ ഇനി അതിന്റെ വിലയെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞത്. ഇതിന്റെ ഗുണമേന്മകൾ സ്വയം അനുഭവിച്ചറിഞ്ഞ നിങ്ങൾ തന്നെ പറയൂ. മാർക്കറ്റ് വില എന്തു വരും ഇതുപോലത്തെ ഒരു ഔഷധത്തിന്? അനന്തൻ ചോദിച്ചത് കേട്ട് അവർ പരസ്പരം നോക്കി. ഇപ്പോഴും ആ കുടം നിറഞ്ഞു തന്നെ ഇരിക്കുന്നത് കണ്ട് അവർ അതിശയിച്ചു. ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ആദ്യം ഈ ബംഗ്ലാവ് മുഴുവൻ നടന്നു കാണാം. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ മരുന്നിന്റെ യഥാർത്ഥ മേന്മ നിങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. അതുകൂടി അറിഞ്ഞ ശേഷം വില കണക്കുകൂട്ടുന്നതാവും നല്ലത്, അനന്തൻ പറഞ്ഞു. അനന്തൻ പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും ബംഗ്ലാവൊക്കെ ചുറ്റി നടന്ന് കാണാമെന്നോർത്ത് അകത്തേക്ക് കയറി. പക്ഷേ അധിക നേരം ആർക്കും അതിന് കഴിഞ്ഞില്ല. കള്ളു കുടിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു അവരോരോരുത്തരും. എത്ര ശ്രമിച്ചിട്ടും കണ്ണ് നേരെ നിൽക്കുന്നില്ല. കാഴ്ചകൾ മങ്ങുന്നു, കാല് നിലത്തുറയ്ക്കുന്നില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ തരം അസ്വസ്ഥതകൾ അനുഭവിക്കുകയാണിപ്പോൾ. സോഫയിലും നിലത്തുമൊക്കെ ആയിട്ട് അവർ തളർന്നിരുന്നു. അനന്തൻ ഇത് പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരെ ആരെയും ശല്യം ചെയ്യാനോ ശ്രദ്ധിക്കാനോ അനന്തൻ പോയില്ല. അവനും ആ സമയം അല്പം വിശ്രമിക്കാം എന്ന് കരുതി. അനന്തൻ നേരെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ നിലത്ത് ചാരിയിരുന്നു കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ അവൻ ഉണ്ടാക്കിയെടുത്ത പാനീയം നാഗലോകത്ത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇവിടെയുള്ള മനുഷ്യർക്ക് അതൊരു വലിയ അത്ഭുതവും. അവരുടെയൊക്കെ അന്നേരത്തെ മുഖഭാവവും പാനീയം സേവിച്ചു കഴിഞ്ഞപ്പോഴുള്ള സംതൃപ്തിയുമൊക്കെ അനന്തന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവന് താൻ ഉദ്ദേശിച്ചത് ഭംഗിയായി നിർവഹിച്ചതിൽ അത്യധികം സന്തോഷം തോന്നി. 3 മണിക്കൂർ അതിവേഗം കടന്നുപോയത് അനന്തൻ അറിഞ്ഞില്ല. താഴെ ഓരോരുത്തരായി മയക്കം വിട്ട് എഴുന്നേറ്റ് പരസ്പരം സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അനന്തൻ ദീർഘനേരത്തെ സഞ്ചാരത്തിൽ നിന്ന് മനസ്സിനെ തിരികെ കൊണ്ടുവന്നത്. ഇത്രയും എഫക്റ്റ് ഈ മരുന്നിനുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ദേ, എന്റെ മുട്ടുവേദനയൊക്കെ പോയി. മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കുന്ന ഓപ്പറേഷൻ വൈകിപ്പിക്കാൻ പാടില്ല. ഇനി മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ലെന്ന് ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞതാ കഴിഞ്ഞ ദിവസം. അത്രയും ഭീകരമായ വേദനയാണ് ഇല്ലാതെയായിരിക്കുന്നതെന്ന് കണ്ട് ഭാർഗവൻ വളരെ അധികം ആഹ്ലാദത്തോടെ പറഞ്ഞു. ദേ, ഇത് ശ്രദ്ധിച്ചോ? എന്റെ കയ്യിലെ വിണ്ട് കീറിയ തൊലിയൊക്കെ മിനുസമുള്ളതായി മാറി. ഇത് വല്ലാത്ത അതിശയം തന്നെയാണല്ലോ. 4ാം രാജാവ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞു. ഈ സമയം രമേശ് ശ്യാമളന് കണ്ണിനൊരു വല്ലായ്മയും തലവേദനയും പോലെ തോന്നി. അയാൾ തന്റെ കണ്ണടയൂരി മാറ്റി. ഇപ്പോൾ തനിക്കെല്ലാം തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ട്. അതയാൾ മനസ്സിലാക്കി. കണ്ണിന് കാഴ്ച തിരികെ വന്നപ്പോൾ പവർ കൂടിയ ലെൻസ് വെച്ചതാണ് തലവേദനയ്ക്ക് കാരണമായത്. എല്ലാവരുടെയും സന്തോഷം കണ്ട പല്ലവി അനന്തന്റെ അടുത്തേക്ക് വന്നു. ഇതാണോ അനന്തൻ തരുമെന്ന് പറഞ്ഞ ഗിഫ്റ്റ്? അവൾ ചോദിച്ചു. അതെ പല്ലവി, ഞാൻ ഈ ഔഷധ ജലം തയ്യാറാക്കിയ ശേഷം ആദ്യം നൽകുന്നത് ഭാർഗവൻ സാറിനും തനിക്കുമാണ്. എനിക്കിത് പുറത്ത് വിപണിയിൽ എത്തിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. ഞാനിത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും എന്റെ ബിസിനസിന്റെ റെപ്രസെന്റേറ്റീവ്സ്, അനന്തൻ പറഞ്ഞു. എന്താണെന്തീ പറയുന്നേ? ഇത് മാർക്കറ്റിൽ വിൽക്കാൻ പോവാണെന്നോ? ഇത്രയും വിലപ്പെട്ടത് എന്ത് വിലയ്ക്ക് നൽകിയാല അതിന്റെ മൂല്യത്തിന് പകരമാവാ? ഇത് നിന്റെ പക്കൽ തന്നെ സൂക്ഷിക്കാനെന്താ?
പല്ലവി അവനോട് അപേക്ഷിക്കുന്നത് പോലെയാണ് പറഞ്ഞത്. അനന്തന്റെ തീരുമാനം കേട്ട മറ്റുള്ളവരും അതിനെ എതിർത്തു. ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ആ പാനീയത്തിന്റെ മഹത്വം അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ വിറ്റുകളയരുത് എന്നാണ് എല്ലാവർക്കും അവനോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ മരുന്നിന്റെ സവിശേഷത പൂർണ്ണമായിട്ടറിയോ? ഇതുകൊണ്ട് എന്ത് രോഗത്തിനെയും ചികിത്സിക്കാൻ കഴിയും. ഇതുപോലൊരു മരുന്ന് ഈ നാട്ടിൽ ഇന്ന് നിലവിലില്ല. ഈ നാട്ടിലെന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകില്ല ഇങ്ങനെ ഒരു മരുന്ന്. അനന്തൻ പറഞ്ഞു. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ പറയുന്ന ഈ മരുന്ന് കൈവിട്ട് കളയരുതെന്ന്. വെറുതെ മാർക്കറ്റിൽ വിറ്റ് കാശ് വാങ്ങാനുള്ളതാണോ ഇത്? ഈ പാനീയം വളരെ പ്രഷ്യസ് ആണ്. അതിനെ വെറുതെ ഒരു സെല്ലബിൾ പ്രൊഡക്റ്റ് ആക്കുന്നതിനോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല, പല്ലവി പറഞ്ഞു. ഈ സമയം അനന്തന്റെ മുഖത്തെ ആത്മവിശ്വാസം കണ്ട് ഭാർഗവൻ മുന്നോട്ട് വന്നു. അനന്ത, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ കലശം ഒരു അക്ഷയ പാത്രം പോലെയാണ്. അതായത് എടുക്കും തോറും നിറയുന്ന പാനീയമാണോ ഇതിലുള്ളത്? ഞങ്ങൾ ഇത്രയും പേര് കുടിച്ചു കഴിഞ്ഞിട്ടും കുടം നിറച്ച് ദ്രാവകം ബാക്കിയുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അതെ സർ, അങ്ങ് പറഞ്ഞത് നേരെ. എന്റെ കൈവശമുള്ള ഈ മെഡിക്കൽ സ്റ്റോക്ക് അൺലിമിറ്റഡ് തന്നെയാണ്. അതിനാൽ ഇത് വിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും നഷ്ടം വരില്ല. പക്ഷേ കുറെ രോഗികൾക്ക് ആശ്വാസം നൽകാനും കഴിയും. ഇത് കേട്ട എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. ഒരു മെഷീൻസിന്റെയും സഹായമില്ലാതെ, ഒരു മുടക്ക് മുതലും ഇല്ലാതെ ഇത്രയും വീര്യമുള്ള മരുന്ന് നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ബിസിനസ്സാണ് അനന്തൻ ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനന്ത, നീ പറയുന്നത് വെച്ച് നോക്കിയ ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏത് ബിസിനസിനെയും പിന്നിലാക്കി അതിവേഗം മുന്നേറാൻ പോകുന്ന ഐഡിയ ആണിത്. ഇത്രയും വലിയ ബിസിനസ് റെപ്രസെന്റ് ചെയ്യാനാണോ നീ ഭാർഗവ ഗ്രൂപ്പിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? പല്ലവി വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ, എങ്ങനെയുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ സർപ്രൈസ്? ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? അനന്തൻ അവളെ നോക്കി പുരികമുയർത്തി ചോദിച്ചു. പല്ലവിക്ക് ഇത് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ ആഹ്ലാദത്തോടെ മുത്തശ്ശനെ നോക്കി. അവിടെയും സന്തോഷവും സംതൃപ്തിയും മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഇനി ഇവിടെ ഉള്ളവരോട് എല്ലാവരോടുമായി മറ്റൊരു കാര്യം പറയാം. ഞാൻ ഈ ഔഷധം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് പുറത്ത് ആരോടും പങ്കുവെക്കരുത്. കണ്ടതെല്ലാം ഇവിടെ വെച്ച് എല്ലാവരും മറന്നേക്കാം. അതാണ് എല്ലാവർക്കും നല്ലത്, അനന്തൻ പറഞ്ഞു. അനന്തൻ പറഞ്ഞത് കേട്ട ഭാർഗവൻ എല്ലാവരോടുമായി ഗൗരവപൂർവം സംസാരിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ ദീർഘകാലമായി ഭാർഗവ ഗ്രൂപ്പുമായി ബിസിനസ് ഡീലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ വളരെയധികം വിശ്വസ്തത പുലർത്തിയിട്ടുള്ളവരുമാണ്. ഇന്നു മുതല് അനന്തൻ ഭാർഗവ ഗ്രൂപ്പിനൊപ്പം ഒരു ബിസിനസ് ഡീൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്നോട് കാണിക്കുന്ന അതേ വിശ്വസ്തത അനന്തനോടും കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനന്തൻ ഇന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ പുറത്താരും അറിയരുത് എന്നാണെങ്കിൽ അതങ്ങനെ തന്നെ ആവട്ടെ. എന്റെ ഈ വിശ്വാസ്യതയ്ക്ക് നിങ്ങളിൽ ആരെങ്കിലും മുറിവേൽപ്പിക്കുകയാണെങ്കിൽ ഈ ഭാർഗവന്റെ മറ്റൊരു മുഖമാവും അന്ന് നിങ്ങൾ എല്ലാവരും കാണുക. ഭാർഗവൻ ആദ്യം ശാന്തമായി സംസാരിച്ചു തുടങ്ങിയെങ്കിലും അവസാനത്തെ വാചകം ഒരു ഭീഷണി തന്നെയായിരുന്നു. എല്ലാവരും അനന്തൻ ഉറപ്പു നൽകി ഈ വിഷയം പുറത്ത് വിടില്ല എന്ന്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഫീൽഡിൽ നമ്മുടെ പ്രധാന എതിരാളി എന്ന് പറയുന്നത് നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് നമ്മൾ ഈ മരുന്ന് വിൽക്കുന്നില്ല. അത് ഓർമ്മയിൽ വെച്ചോളൂ. അനന്തൻ എല്ലാവർക്കുമായി നിർദ്ദേശം കൊടുത്തു. മാനേജർ നാഗേന്ദ്രൻ ഇത് കേട്ട് ഞെട്ടലോടെ ചോദിച്ചു. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിനോട് എതിരിടാനോ? എന്തിന്? ഒന്നുമില്ലേലും നിങ്ങൾ ഒരു കുടുംബക്കാരല്ലേ? ചോദിച്ചു കഴിഞ്ഞ് അനന്തന്റെ നോട്ടം കണ്ടപ്പോഴാണ് നാഗേന്ദ്രൻ അബദ്ധം മനസ്സിലായത്. അനന്തനെ അവിടെ നിന്നും ഇറക്കി വിട്ടതാണെന്ന് അയാൾ അപ്പോഴാണ് ഓർത്തത്. താൻ ഒരിക്കലും അത് ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. ഈ സാഹചര്യം ശ്രദ്ധിച്ച പല്ലവി അനന്തന്റെ നീരസം മാറ്റാനായി ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിന്റെ ഗ്രോത്ത് ഒക്കെ ഇനി അല്പം കുറയും. കാരണം അനന്തനെ പോലെയുള്ളൊരു വൈദ്യനുള്ളപ്പോ തന്റെ ഡിസ്പെൻസറിയിലേക്കായിരിക്കും രോഗികൾ ആദ്യം എത്താൻ. പല്ലവി പറഞ്ഞതിനോട് ഭാർഗവനും അനുകൂലിച്ചു. അനന്തൻ ഒരു ദിവസം എത്ര അളവിൽ ഈ പാനീയം തയ്യാറാക്കാൻ കഴിയും? അതുപോലെ എന്ത് വിലയാണ് ഇതിന് താൻ നിശ്ചയിച്ചിരിക്കുന്നത്? മധുമോഹൻ ചോദിച്ചു. ഓരോ 10 സെക്കൻഡ് കൂടുമ്പോഴും ഒരു കപ്പ് നിറച്ച് പാനീയം തയ്യാറാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. ഒരു കപ്പിന്
ഞാൻ 2 ലക്ഷമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. അനന്തൻ പറഞ്ഞത് കേട്ട് പല്ലവി കണക്കുകൂട്ടി. ഒരു കപ്പ് 10 സെക്കൻഡിൽ തയ്യാറാവുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് 8000 കപ്പിന് മുകളിൽ തയ്യാറാക്കാൻ കഴിയും. അതായത് ഒരു ദിവസം 175 മുതൽ 200 കോടി വരെ നമുക്ക് നേടാൻ കഴിയും. പാക്കേജിങ്ങും മറ്റ് എക്സ്പെൻസസും കൂട്ടിക്കിഴിച്ച് നോക്കിയാലും ഒരു 150 കോടിക്ക് മേലെ ദിവസ ലാഭം വരും നമുക്ക്. അത് ഉറപ്പാ. പല്ലവി അതിശയത്തോടെയാണത് പറഞ്ഞത്. അത് ഒരു വലിയ ടേൺ ഓവർ തന്നെയാണല്ലോ, രമേശ് ശ്യാമളൻ പറഞ്ഞു. ഒരു കപ്പിന് 2 ലക്ഷം രൂപ കുറച്ച് കൂടുതലാണെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? ഇത്രയും വില കൂടിയ ഒരു മരുന്ന് ആരെങ്കിലും വാങ്ങോ? മധുമോഹൻ ചോദിച്ചു. നിങ്ങൾ ഒരു കാര്യം വിട്ടുപോയി. ഈ മരുന്ന് ഒരിക്കൽ ഉപയോഗിച്ച പിന്നെ കുറഞ്ഞത് ഒരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവനോ മറ്റൊരു മരുന്നും ഉപയോഗിക്കേണ്ടി വരില്ല. നിലവിൽ വിപണിയിലുള്ള ഏത് മരുന്നിനുണ്ട് ഇങ്ങനെ ഒരു സവിശേഷത. അതുകൊണ്ട് ഈ വില ഒട്ടും കൂടുതലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം, ഭാർഗവൻ പറഞ്ഞു. ഭാർഗവൻ പറഞ്ഞതിനോട് എല്ലാവരും അനുകൂലിച്ചു. ഇപ്പോൾ വിപണിയിൽ ഏറ്റവും വിലയേറിയ ഏതൊരു മരുന്നിനേക്കാളും 10 മടങ്ങ് ശക്തി ഇതിനുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് തന്നെ വിലയും അവർ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മരുന്നിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വിൽക്കാൻ കഴിയോ? രമേശ് ശ്യാമളന്റെ ചോദ്യം കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഏതൊരു ബിസിനസ്സുകാരനും ഇങ്ങനെയുള്ള ചെറിയ കള്ളത്തരങ്ങളുടെ സാധ്യതയെ പറ്റി ഉറപ്പായും ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ വെട്ടി തുറന്ന് അനന്തനോട് ചോദിക്കാനുള്ള ധൈര്യം ആർക്കുമില്ലായിരുന്നു. ഉറപ്പായും വെള്ളം ചേർക്കാൻ കഴിയും, പക്ഷേ പകുതി അളവിൽ മാത്രം. പകുതി അളവിൽ വെള്ളം ചേർക്കുമ്പോൾ ഇതിന്റെ വീര്യവും പകുതിയായി കുറയും. പക്ഷേ ഒരു സാധാരണ മനുഷ്യന് അത്രയും തന്നെ ധാരാളമാണ്. എന്നാൽ അതിനപ്പുറം വെള്ളം ചേർത്താൽ ഇത് പൂർണ്ണമായിട്ടും നശിച്ചു പോകും. അതുപോലെ തന്നെ 3 മാസത്തിനപ്പുറം ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റില്ല. കാരണം മനുഷ്യനിർമ്മിതമായ ഒരു കുപ്പിക്കോ പാത്രങ്ങൾക്കോ പ്രകൃതിയിലെ ശക്തിയെ ദീർഘകാലം തടഞ്ഞു വെക്കാൻ കഴിയില്ല. അത് തീർച്ചയായും ഇവാപറേറ്റ് ആവും, അനന്തൻ പറഞ്ഞു. അതിനുശേഷവും അവർ ബിസിനസിനെ പറ്റി ഒരുപാട് ചർച്ച ചെയ്തു. ഇനി ബാക്കിയുള്ളത് പ്രോഫിറ്റിന്റെ കാര്യം മാത്രമാണ്. എല്ലാവരും അത് ചോദിക്കാനായി പല്ലവിയെ കണ്ണു കാണിച്ചു. അനന്തനോട് ഷെയറിന്റെ കാര്യം ചോദിക്കാൻ മറ്റാർക്കും ധൈര്യമില്ലായിരുന്നു. അനന്ത, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നമുക്കിതിൽ നിന്ന് എന്ത് ടേൺ ഓവർ ആയിരിക്കും ലഭിക്കുക? അത് മാത്രമല്ല, അതിലെ ഓരോരുത്തരുടെയും ഷെയർ കൂടി ആദ്യമേ നിശ്ചയിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു, പല്ലവി പറഞ്ഞു. പല്ലവിക്ക് അറിയാലോ, എനിക്ക് ഈ ബിസിനസിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ബിസിനസ് ചെയ്തിട്ടുള്ള ശീലവും ഇല്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ എനിക്ക് വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് പാർട്ട്ണർഷിപ്പ് പ്ലാൻ ചെയ്തത് പോലും. എനിക്ക് ഇതിലാകെയുള്ളൊരു റോള് ഈ മരുന്നിന്റെ നിർമ്മാണമാണ്. മറ്റ് ബിസിനസ് കാര്യങ്ങൾ പല്ലവിയാണ് നിശ്ചയിച്ചോളൂ. അനന്തൻ അവൾക്ക് അതിനുള്ള അനുവാദം കൊടുത്തു. പല്ലവി ഷെയർ എങ്ങനെയാകും തിരിക്കുക എന്നറിയാനുള്ള വ്യഗ്രതയിൽ എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കി. വിഷയം ഗൗരവമേറിയതായതിനാൽ അവൾ അതിനെപ്പറ്റി വളരെ നന്നായി ആലോചിച്ചു. ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് പല്ലവി ഒരു തീരുമാനത്തിലെത്തിയത്. പല്ലവി എത്രത്തോളം പ്രോഫിറ്റ് ഷെയർ ആയിരിക്കും അനന്തൻ ഓഫർ ചെയ്യുക? അതിൽ അനന്തൻ സംതൃപ്തനായിരിക്കുമോ?